ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഞങ്ങൾക്ക് പുലർക്കാലമാണ്, വ്യാഴാഴ്ച. കുമ്പനാട്ട് നിന്ന് നമ്മൾ ഒരുമിച്ചായിരിക്കാൻ കർത്താവ് നൽകിയ നല്ല സാവകാശത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട പാസ്റ്റർ VK കോശി അവറുകൾ മീറ്റിംഗ് ലീഡ് ചെയ്ത കർത്തദാസിനെ ഓർത്ത് സ്തോത്രം. എന്നെ മീറ്റിംഗിലേക്ക് ക്ഷണിച്ച പാസ്റ്റർ ബിനു വർഗീസ് അവറുകളെ ഓർത്തും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ ഫാദറിന് മുൻപ് നിങ്ങൾ ഒരുമിച്ച് ദൈവം സൂക്ഷിച്ചു എന്ന് ഞാനും വിശ്വസിക്കുകയാണ്. അതുപോലെ അനുഗ്രഹമായ വർഷിപ്പ് ലീഡ് ചെയ്ത ഫസ്റ്റ് ഫിന്നി ബെൻ അവറുകളെ ഓർത്തും ദൈവത്തിന് സ്തോത്രം. അനേക കർത്തദാസന്മാരുടെ പേരുകൾ എനിക്കൂടെ കാണാൻ കഴിയുന്നുണ്ട്. ആരെയും വ്യക്തിപരമായി പരിചയമുള്ളവരല്ല, എന്നാൽ ക്രിസ്തുവിൽ നിങ്ങൾ ഒരുമിച്ച് കർത്താവ് നൽകിയ നല്ല കൂട്ടായ്മ ബന്ധത്തിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് നമ്മെ നടത്തുന്ന എല്ലാ വഴികൾക്കായും ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. പ്രത്യേക ടൈം സോണിൽ വ്യത്യസ്തയിടങ്ങളിൽ നിന്ന് ഒരുമിച്ച് ഈ സൂം പ്ലാറ്റ്ഫോമിൽ കർത്താവിന് സ്തോത്രം ചെയ്യാൻ കർത്താവ് ഒരുക്കുന്ന നല്ല അവസരങ്ങൾക്കായി ഞാൻ ദൈവത്തിന് നന്ദി പറയുകയാണ്. കഴിഞ്ഞ മുമ്പത്തെ ആഴ്ച പെട്ടെന്ന് സൺഡേ എനിക്ക് എറണാകുളം പോകാൻ പറ്റാതെ ഞാൻ കുമ്പനാടായിരുന്നു. ഇതുപോലെ ദുബായിൽ ഒരു ചർച്ചിൽ നിന്നും ഒരു ആരാധന നടത്താൻ അവിടെ കഴിഞ്ഞില്ല. പെട്ടെന്നാണ് കോള് വന്നത്, പാസ്റ്റർ റെഡി ആണെങ്കിൽ ഇപ്പൊ നമുക്ക് അവിടെ എല്ലാവരും സൂമിൽ കൂടുകയാണ്. അപ്പൊ ഫ്ലൈറ്റ് എടുത്ത് നമുക്ക് ദുബായിൽ പോകാൻ കഴിഞ്ഞില്ലെങ്കിലും കുമ്പനായിട്ടിരുന്ന് ദുബായിൽ ഒരു ചർച്ചിൽ പ്രസംഗിക്കാൻ കർത്താവ് എനിക്ക് അവസരം തന്നു. അതുപോലെ ഇന്ന് കാനഡയിൽ നിങ്ങളോട് ഒരുമിച്ച് ഉള്ള സുഹൃത്തുക്കളോട് ഒരുമിച്ച് ദൈവമക്കളോട് ഒരുമിച്ച് ഇന്ന് പകലും ദൈവവചനം പങ്കുവയ്ക്കുവാൻ കർത്താവ് ഒരുക്കുന്ന നല്ല അവസരങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. പാസ്റ്റർ കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോഴാണ് പാസ്റ്ററെ പരിചയപ്പെടാൻ ഇടയായിരുന്നത്. ഒത്തിരി ഒന്നും സംസാരിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും സംസാരിച്ചിടത്തോളം കർത്താവിന് വേണ്ടി വളരെ പാഷനേറ്റായി നിൽക്കുന്ന ഒരു അനുഗ്രഹീത കർത്തദാസനാണ്. ഒത്തിരി സന്തോഷം തോന്നി. അദ്ദേഹത്തിന്റെ വിഷനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഞാൻ ആ തലക്കെട്ട് ഫ്ലയറിൽ കണ്ടപ്പോൾ കരുതാം മാതാപിതാക്കളെ കരുണയോടെ, കമ്പാഷൻ. എനിക്ക് ഒത്തിരി കണക്റ്റഡ് ആയിട്ടുള്ള ഒരു വേർഡാണ് കമ്പാഷൻ. ഞാനും പാസ്റ്റൽ കെയർ കൗൺസിലിംഗ് ഫീൽഡിലാണ് കർത്താവ് എനിക്ക് ഒരു അവസരം തന്നത് വർക്ക് ചെയ്യാൻ. പേഴ്സണൽ കൗൺസിലിംഗ് ഒക്കെ ഞങ്ങളോട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ കൗൺസിലിംഗ് ആണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കമ്പാഷൻ എന്ന വേർഡ് എന്നെ സംബന്ധിച്ച് വളരെ സന്തോഷമാണ്. മാതാപിതാക്കളെ നമ്മുടെ കേട്ടപ്പോൾ കുറച്ചുകൂടെ ഈ കാലഘട്ടത്തിൽ ഏറ്റവും ആളുകൾ മറക്കുന്ന അല്ലെങ്കിൽ ഓണർ ചെയ്യാൻ മറന്നു പോകുന്ന ഒരു കാര്യമാണ് മാതാപിതാക്കൾ എന്നുള്ളത്. ഞങ്ങൾ ഓഫൻ വിസിറ്റ് ചെയ്യുന്നതാണ് എൽഡർലി കെയർ ഹോംസും പ്രായമുള്ള മാതാപിതാക്കളെ ഒക്കെ കാണുമ്പോൾ ഒത്തിരി സന്തോഷമാണ്. നിങ്ങൾക്കറിയാം, കുമ്പനാട്, കോഴഞ്ചേരി, പത്തനംതിട്ടയൊക്കെ ചർച്ചകളിൽ പോയാൽ വെള്ളിയാഴ്ച മീറ്റിങ്ങിന് പോയി കഴിഞ്ഞാൽ, ഞാൻ കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഒരു ചർച്ചിൽ പോയപ്പോൾ ഒരു വെള്ളിയാഴ്ച ഫാസ്റ്റിംഗ് പ്രേയറിന് പോയതാണ്. ഏകദേശം ഒരു 70 പേരോളം അതിനകത്തുണ്ട്. 65 പേരും ഒരു 70+ ആണ്. ബാക്കി ഒരു 5 പേര് മാത്രമാണ് യൗവനക്കാർ അതിനകത്ത് ഉണ്ടായിരുന്നത്. അപ്പോ എനിക്ക് വളരെ സന്തോഷം തോന്നി. പ്രായമുള്ള മാതാപിതാക്കൾ ഒത്തിരി പേരുള്ള ഒരു സ്ഥലമാണ് ഇവിടെ. അതുകൊണ്ട് തന്നെ ഇപ്രകാരം മാതാപിതാക്കളെ കരുതാൻ പ്രിയ കർത്തദാസന് ദൈവം കൊടുത്ത ഒരു ബേർഡൻ തുടർന്ന് എന്നോട് പറഞ്ഞു, യുവാക്കളും ഒത്തിരി പേര് ഇപ്പൊ പങ്കെടുക്കുന്നുണ്ട്. അപ്രകാരം ദൈവസ്നേഹത്താൽ നിറഞ്ഞ കർത്തദാസനെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. മാതാപിതാക്കളെ കരുതാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. പലപ്പോഴും 2 വാക്കുകൾ എനിക്ക് ഉദ്ധരിക്കാനുണ്ട്. ഒന്ന് സിമ്പതി, 2 എമ്പതി. ഇന്ന് പലർക്കും സിമ്പതി ഉണ്ട്, പക്ഷെ എമ്പതിയിലേക്ക് നാം പ്രവേശിക്കുന്നില്ല. എന്താണ് ഈ സിമ്പതി എന്ന് പറയുമ്പോൾ? നമ്മൾ ചില കാര്യങ്ങൾ കാണുമ്പോൾ നമ്മുടെ ഉണ്ടാകുന്ന ഒരു ഫീലിങ്സ്, അയ്യോ കർത്താവേ ഇതെന്ത് സംഭവിച്ചു. ഒരു ആക്സിഡന്റ് നമ്മൾ കാണുകയാണെങ്കിൽ പെട്ടെന്ന് അയ്യോ പാവം എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞ് ചിലപ്പോൾ ഒരു ഫോട്ടോ എടുത്ത് നമ്മൾ എന്ത് ചെയ്യും, ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങാതെ വണ്ടിയിലൂടെ അങ്ങ് പോവും. നമുക്ക് സങ്കടമൊക്കെ തോന്നി, പക്ഷെ ഇറങ്ങാൻ നമുക്ക് തോന്നിയില്ല. എന്നാൽ അപ്പുറത്തൊരു വേർഡുണ്ട്, എമ്പതി എന്ന് പറയും. പുട്ടിങ് ourselves in other shoes and understand a person. ആ വ്യക്തിയുടെ ഷൂസിൽ നിന്നുകൊണ്ട് ആ വ്യക്തിയെ മനസ്സിലാക്കുക. അതിന്റെ പേരാണ് എമ്പതി എന്ന് പറയുന്നത്. ആ കാറിൽ അല്ലെങ്കിൽ ആക്സിഡന്റിൽപ്പെട്ട വ്യക്തി എന്റെ സഹോദരനോ സഹോദരിയോ മാതാവോ പിതാവോ ആയിരുന്നെങ്കിൽ നമ്മൾ അയ്യോ എന്ന് പറഞ്ഞ് അവിടുന്ന് പോവില്ല. നമ്മൾ എന്ത് ചെയ്യും? വണ്ടിയിൽ നിന്ന് ഇറങ്ങി ആ വ്യക്തിയെ കെയർ ചെയ്യും, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും. അവിടെയാണ് ഒരു കണക്ഷൻ വരുന്നത്. കർത്താവ് നമ്മെ സ്നേഹിച്ചതും ഒരു സിമ്പതി റിലേഷൻഷിപ്പ് ആയിരുന്നില്ല. ദൈവമക്കളെല്ലാം പാപത്തിലാണ്, ഈ ജനമെല്ലാം പാപത്തിലാണ് എന്ന് പറഞ്ഞ് സ്വർഗത്തിൽ മടങ്ങിപ്പോയില്ല. മറിച്ച് താൻ മനുഷ്യരൂപത്തിൽ നമ്മോട് ഇറങ്ങി വന്ന് നമുക്ക് വേണ്ടി മരിച്ച അരുമനാഥനാണ്. ഒരു വലിയ എമ്പതി കാണിച്ച ഒരു നല്ല കർത്താവാണ് നമ്മുടെ ദൈവം. സഹജീവികളോട് സ്നേഹം കാണിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ ഒക്കെ നമുക്ക് കഴിയണമെങ്കിൽ ആ ഒരു എമ്പത്തറ്റിക്കൽ അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് വേണം. മറ്റുള്ളവരുടെ ബേർഡൻ ചുമക്കാൻ നമുക്ക് കഴിയണമെങ്കിൽ അപ്രകാരം കണക്ട് ചെയ്യാൻ. ഈ കമ്പാഷൻ എന്ന വേർഡ് കണ്ടപ്പോൾ എനിക്കൊരു വാക്ക് പറയണമെന്ന് തോന്നിയതാണ്. പലപ്പോഴും കമ്പാഷൻ ഒരു സിമ്പതി മാത്രമായി, ഒരു ഫീലിങ്സ് മാത്രമായി പലപ്പോഴും
പലപ്പോഴും നാം ഒതുങ്ങുമ്പോൾ ഈ ദിവസങ്ങൾ കൂടുതൽ അവരെയായിട്ട് കണക്ട് ചെയ്ത് ആ ഭാരങ്ങളെ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാനും മറ്റുള്ളവരെ സഹായിക്കാനും കഴിയണമെങ്കിൽ, ഞാനടക്കം നമുക്ക് എല്ലാവർക്കും കഴിയണമെങ്കിൽ ആ ഒരു അവസ്ഥയിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയണം. ഞാൻ ബാംഗ്ലൂർ ഒരു എൽഡർലി കെയർ ഹോംസ്, ഒരു നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരു കെയർ ഹോംസ് ആണ്. ഫുൾ ടൈം ഒരു നഴ്സ് ആ മാതാവിന്റെ റൂമിലുണ്ട്. ഒരു അനുഗ്രഹിക്കപ്പെട്ട മാതാവ്. ഞാൻ ½ ആ മാതാവിനോട് സംസാരിച്ചു. ആ മാതാവിനോട് പറഞ്ഞ ഒരു കൺസേൺ ഇതാണ്, തന്റെ മകൻ 6 മാസം കഴിഞ്ഞ് തന്റെ അടുത്ത് എന്ത് ചെയ്യും, വരും. എന്നോട് പറഞ്ഞു, ഞാൻ 6 മാസം എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കിവിടെ നേഴ്സ് ഉണ്ട്, സംതിങ് ലാക്സ് ദേ ആർ പേയിങ്, അത്രയും എമൗണ്ട് അവിടെ അടയ്ക്കുന്നുണ്ട്. എല്ലാ ദിവസവും ഡോക്ടർ വരും. അപ്പൊ എന്നോട് പറഞ്ഞു, എനിക്ക് മോനെ തൊടണം, ഐ വാണ്ട് ടു ടച്ച് ഹിം. എനിക്ക് ആ വാക്ക് ഭയങ്കരമായിട്ട് ആ സമയത്ത് ഒത്തിരി എന്ന ഹാർട്ടിൽ ഇടിച്ച് കയറി. എന്നോട് പറഞ്ഞു, ആ മോനെ എനിക്ക് തൊടണം, അവൻ ഈ ഷുഡ് ബി ഹിയർ ഇൻ 6 months, ഐ എം വെയിറ്റിംഗ് ഫോർ ഹിം. ഒരു മാതാവിന്റെ ഒരു വേദന. ഞാൻ ആ സമയം മുതലാണ് ഒത്തിരി അവരുടെ ഭാഗത്തു നിന്നുകൊണ്ട് ചിന്തിക്കാൻ തുടങ്ങിയത്. ദൈവമക്കൾ, ഇന്ന് പകൽ നിങ്ങളോട് ഒരുമിച്ചായിരിക്കുമ്പോഴും ഇപ്രകാരം ഒരു വിഷൻ പ്രിയ ദേവദാസന് കൊടുത്തെങ്കിൽ, ഈ മീറ്റിംഗിൽ കൂടുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അപ്രകാരം ഒരു എമ്പതിയോടെ മറ്റുള്ളവരുടെ ഭാരങ്ങളെ ചുമന്ന് പ്രാർത്ഥിക്കാനും അവർക്ക് വേണ്ടി പ്രവർത്തിക്കാനും ദൈവം സഹായിക്കട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുകയാണ്. ഒന്ന് 1-2 വാക്കുകൾ പറഞ്ഞ് അനന്തരമായ ദൈവജനത്തിലേക്ക് കയറാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. സമയത്തിന് നിർത്തും, നിങ്ങളാരും പേടിക്കേണ്ട. പാസ്റ്റർമാർ സാധാരണ പറയും ഇപ്പൊ നിർത്താം, എന്നിട്ട് 15 മിനിറ്റ് എടുക്കും. ഞാൻ അങ്ങനെ എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ സ്വദേശം തൃശ്ശൂർ ജില്ലയിലാണ്, കുന്നംകുളം പഴഞ്ഞി എന്നൊക്കെ പറയും. ആരും ഇതിനകത്തുണ്ടോ എന്ന് എനിക്കറിയില്ല. അവിടെ ഒരു പെന്തക്കോസ് കുടുംബത്തിൽ ജനിച്ചു വളരാൻ കർത്താവ് എനിക്ക് ഭാഗ്യം തന്നു. അതുകൊണ്ട് തന്നെ പെന്തക്കോസ് കുടുംബത്തിൽ ജനിച്ച്, അത് മാത്രമല്ല ഞങ്ങളുടെ ചർച്ചിന്റെ കോമ്പൗണ്ടിലാണ് ഞങ്ങൾ ജീവിച്ചത്. ഫാദറാണ് ചർച്ചിന് സ്ഥലമൊക്കെ കൊടുത്തത്. അതുകൊണ്ട് തന്നെ ചർച്ചുമായിട്ട് നല്ല കണക്റ്റഡ് ആയിരുന്നു. അതുകൊണ്ട് ഞാൻ നിശ്ചയിച്ച ഏറ്റവും നല്ലൊരു കാര്യം ഇതാണ്, ഒരിക്കലും കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഫുൾ ടൈം ഇറങ്ങരുത് എന്നുള്ള ഒരു വലിയ ആഗ്രഹം എൻ്റെ ഉള്ളിലുണ്ടായി. എന്താ കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പാസ്റ്റർമാർ ഇതിനകത്തുണ്ട്. കാരണം ഞങ്ങൾക്ക് പ്രാർത്ഥന മീറ്റിംഗ് ഉള്ളപ്പോൾ മാത്രമല്ല, എപ്പോഴെല്ലാം ചർച്ചിൽ മീറ്റിംഗ് ഉണ്ടോ അപ്പോഴെല്ലാം ഞങ്ങൾക്ക് എന്ത് ചെയ്യണം, പോകണം. മൈക്കിന്റെ സൗണ്ട് കേൾക്കുമ്പോഴൊക്കെ പോകണം. ഞങ്ങൾ പാസ്റ്റർ മക്കളല്ല, പക്ഷെ തൊട്ട വീടായതുകൊണ്ട് എന്ത് ചെയ്യണം, പോകണം. അങ്ങനെയാണ് ചർച്ചിൽ ജനിച്ചു വളർന്നത്. അതുകൊണ്ട് തന്നെ പാസ്റ്റർമാരെയും ചർച്ചുമായിട്ടൊക്കെ ഒത്തിരി കണക്റ്റഡ് ആയിരുന്നു. ഒത്തിരി വിഷയങ്ങൾ ചെറുപ്പം മുതൽ തന്നെ ചർച്ചുമായിട്ട് ബന്ധപ്പെട്ട് അറിയുന്നത് കൊണ്ട് ഞങ്ങൾ ഒരിക്കലും കർത്താവിന്റെ വേലയ്ക്ക് പോകണ്ട. എന്നാൽ ഒരു പ്രവാചകനോ ഒരു പാസ്റ്ററോ വന്നാൽ ആദ്യം എൻ്റെ അടുത്ത് ഓടി വരും, മകനെ കർത്താവിന്റെ വേല കണ്ടിരിക്കുന്നു. ആ സൗണ്ടൊക്കെ മാറുമ്പോൾ എനിക്ക് പേടിയാണ്. എൻ്റെ കർത്താവ് പണിപാളി ഇദ്ദേഹവും എന്നോടാണ്. പിന്നീട് പ്രസംഗം ശ്രമിക്കാൻ പോലും എനിക്ക് കഴിയുമായിരുന്നില്ല. അത്രത്തോളം ഞാൻ ഫുൾ ടൈം മിനിസ്ട്രിയെ വെറുത്ത ഒരാളാണ്. എനിക്ക് പ്രസംഗവും അല്ലെങ്കിൽ സഭാ മിനിസ്ട്രിയും ഒക്കെ എനിക്ക് സന്തോഷമാണ്, പക്ഷെ ഫുൾ ടൈമായി ഇറങ്ങരുത്, ആരുടെയും പണം മേടിച്ചുകൊണ്ട് ശുശ്രൂഷ ചെയ്യരുത്, ഇതൊക്കെയായിരുന്നു മനസ്സിലെ ആഗ്രഹം. അങ്ങനെയാണ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് പഠനത്തിന് വേണ്ടി കടന്നുപോയത്. പാസ്റ്റർമാരൊക്കെ പറഞ്ഞു, എല്ലാവരും പറഞ്ഞു, ആരും പറഞ്ഞു കേട്ടില്ല. അങ്ങനെ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് പഠനം തീരുന്ന സമയമായപ്പോൾ എനിക്ക് നല്ലൊരു പിതാവുണ്ട്, അദ്ദേഹം ഉപവസിക്കാനിരുന്നു, പ്രാർത്ഥിക്കാനിരുന്നു. അപ്പൊ എന്നോട് പറഞ്ഞു കർത്താവിന്റെ വേലയാണെന്നാണ് ദൈവം എന്നോട് സംസാരിച്ചു. ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ പിതാവ് ബിസിനസ്സും മറ്റു ജോലികളൊക്കെ ചെയ്യുന്ന ആളാണ്, നല്ല മീശകളാണ്. ഞാൻ പറഞ്ഞു, മീശ പഠിച്ച് ഒരു സഞ്ചി ഇട്ട് നിങ്ങൾ കർത്താവിന്റെ വേലയ്ക്ക് ഇറങ്ങണം, എന്നോട് പറയരുത് എന്ന് പിതാവിനോട് പറഞ്ഞ ഒരാളാണ്. അത്രത്തോളം ഫുൾ ടൈം മിനിസ്ട്രിക്ക് ഇറങ്ങില്ല എന്ന് ചിന്തിച്ച ഒരാളായിരുന്നു ഞാൻ. പാസ്റ്റർമാരെ കുറിച്ചാണ് പിന്നീട് പഠിച്ചതിനെ കുറിച്ച് ഞാൻ കുറച്ച് കാര്യം പറയാം. അപ്പൊ ഞാൻ അങ്ങനെ ആ ഒരു അവസ്ഥയിൽ കടന്നുപോയ ആളാണ്. എന്നാൽ പഠനം തീരുന്ന സമയമായപ്പോൾ HCL എന്ന കമ്പനിയിൽ സെലക്ഷൻ കിട്ടി. അപ്പോൾ ഞാൻ ചിന്തിച്ചു, കർത്താവ് എന്നെ സഹായിച്ചു. ഞാൻ വീട്ടിൽ പറഞ്ഞു, നിങ്ങളൊക്കെ ഇത് പറഞ്ഞാലും കർത്താവ് എന്നെ സഹായിച്ചു, ഞാൻ പോവാണ്, ജോലിക്ക് പോവാണ്. എന്നാൽ പിതാവ് ഉപവാസിക്കാനും പ്രാർത്ഥിക്കാനിരുന്നു. 7 ദിവസം കഴിഞ്ഞു, എനിക്ക് മാറ്റമുണ്ടായില്ല. ഉപവാസം നിർത്തിയില്ല, 14 ദിവസമായി. അപ്പോഴേക്കും എൻ്റെ ഹൃദയത്തിൽ സമാധാനത്തിന്റെ സ്വിച്ച് ഓഫായി, എൻ്റെ സ്വസ്ഥത നഷ്ടപ്പെട്ടു. പിന്നീട് ഞാൻ 3 ദിവസം ഉപവാസിരിക്കേണ്ടി വന്നു. അങ്ങനെയാണ് എൻ്റെ ഹൃദയത്തിനകത്ത് ദൈവം വലിയൊരു ബേർഡൻ നൽകി, നീ കർത്താവിന്റെ വേലയ്ക്കുള്ളതാണ്. എന്നിട്ട് ഞാൻ ഇറങ്ങിയില്ല. എൻ്റെ ആഗ്രഹം നേരിട്ട് കർത്താവ് ഇടപെടണം. ഒരു പുലർക്കാലം ഒരു ദർശനം കർത്താവ് എന്നെ കാണിച്ചു. ഇതുപോലെ ഒരു പുലർക്കാലമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ബെഡിൽ നിന്ന് എഴുന്നേറ്റ് എൻ്റെ ജീവിതത്തിൽ മുന്നോട്ട് പോയാൽ എന്ത് സംഭവിക്കുമെന്നുള്ളത് കർത്താവ് എന്നെ കാണിക്കുകയായിരുന്നു. ആ ഒരു ദർശനം കണ്ടതിന് ശേഷം അവിടെ നിന്നുകൊണ്ട് കൈ ഉയർത്തി ബെഡിൽ നിന്ന് സമർപ്പിച്ചു, കർത്താവ് ഇനിയുള്ള ആയുസ് കർത്താവിന് വേണ്ടിയാണെന്ന്. ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് കർത്താവ് ഇടപെട്ടതുപോലെ ആ ഒരൊറ്റ വിഷനിലൂടെയാണ്. പിറ്റേ ദിവസം ഞാൻ പറഞ്ഞു, എനിക്ക് ബൈബിൾ കോളേജിൽ പോകണം. പേരൻസ് പറഞ്ഞു, കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പോയാൽ മതി, ഇത്രയും കാലം ഞങ്ങൾ പറഞ്ഞിട്ട് പോയില്ലല്ലോ. ഞാൻ പറഞ്ഞു, പറ്റില്ല, ഇമ്മീഡിയറ്റ് ആയിട്ട് ഇപ്പൊ പോകണം. അങ്ങനെ പിറ്റേ ദിവസം
ആണ് ബൈബിൾ കോളേജിൽ പോകുന്നത്. പുനലൂരുള്ള ബഥേൽ ബൈബിൾ കോളേജിൽ ദൈവവചനം പഠിക്കാൻ പോയി തുടങ്ങിയതാണ്. എന്ന് പിന്നീട് MD, MTH അങ്ങനെ പഠിക്കാനും ഒപ്പം സഭാ ശുശ്രൂഷയിലും കർത്താവിന് വേണ്ടി നിൽക്കാൻ കർത്താവ് അവസരം തന്നു. ഇന്ന് ഞാൻ ഏറ്റവും അഭിമാനിക്കുന്ന ഒരു കാര്യം ഈ കർത്താവിന്റെ വചനം പ്രസംഗിക്കുന്നതാണ്. അനേക സ്ഥലങ്ങളിൽ യേശുവിനെ പ്രസംഗിക്കാൻ കർത്താവ് അവസരം തന്നു. അന്ന് ഏറ്റവും ലജ്ജിച്ചൊരു കാര്യം കർത്താവിന്റെ വേലക്കാരനാണെന്ന് പറയാനാണെങ്കിൽ ഇന്ന് ഏറ്റവും സന്തോഷം അതാണ്. ഇന്ന് നിങ്ങളോട് ഒരുമിച്ചായിരിക്കുന്നതിന്റെ കാരണവും അതാണ്. ഞങ്ങളെ വീട്ടിൽ 3 മക്കളാണ്. 3 പേരും കർത്താവിന്റെ വേലയോട് ബന്ധപ്പെട്ടാണ്. നിങ്ങൾ ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുക. അതുപോലെ വിവാഹത്തെ കുറിച്ച് പറഞ്ഞാൽ ഒരു ആഗ്രഹമായിരുന്നു സുവിശേഷ വേലയിലുള്ള ഒരു കുടുംബം വേണമെന്നുള്ളത്. അവസാനം പിതാവിന്റെ പിതാവും സുവിശേഷ വേലയിലാണ്. അങ്ങനെ ഒരു കുടുംബത്തിന് കർത്താവും ഒരു മകളെ തന്നു. അങ്ങനെയാണ് ഇന്ന് ഞങ്ങൾ ഒരുമിച്ച് ഇപ്പൊ കുമ്പനാട് കർത്താവിന്റെ വചനം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഒപ്പം എടപ്പള്ളിയിൽ കർത്താവിന്റെ ശുശ്രൂഷയുള്ള ബന്ധത്തിലുമായിരിക്കുന്നു. മാതാപിതാക്കളെ ഒരു ആത്മീയത നിങ്ങളോട് പറയാം. കർത്താവ് കണ്ടവർ, ദൈവത്താൽ വിളിക്കപ്പെട്ടവർ, നിങ്ങളുടെ മക്കളുണ്ടെങ്കിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക. ദൈവാത്മാവിൽ ഇടപെടാതെ പ്രാർത്ഥിക്കുക. തക്ക സമയമാകുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ മക്കളിൽ വെളിപ്പെടും. ഞങ്ങളുടെ മാതാപിതാക്കൾ കണ്ടൊരു കാര്യം അതാണ്. ഒരു സമയത്ത് ഞാൻ വളരെയധികം എതിർത്ത് നിന്ന് സുവിശേഷകലുമായി നിന്നപ്പോൾ എന്നോട് പറയുന്നതിലുപരിയായി അദ്ദേഹം ഉപവാസിക്കാൻ ദൈവസന്നിധിയിൽ ഇരുന്നു. ആ ഉപവാസത്തിന്റെ പൂർത്തീകരണമാണ് ദൈവത്തിന്റെ ദർശനം എന്റെ ജീവിതത്തിൽ നേരത്തെ വന്നത്. ഇന്ന് ഞാൻ ഏറ്റവും അഭിമാനിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്നത് കർത്താവിന്റെ ഹിതം എന്നിലൂടെ വെളിപ്പെട്ടതാണ്. ഈ പുലർക്കാലം നിങ്ങളോടായി ദൈവാത്മാവിൽ 1-2 കാര്യങ്ങൾ പറയാം. തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാതാവേ, പിതാവേ, ദൈവസന്നിധിയിൽ കണ്ണുനീരോടെ വീണ്ടും മുട്ടിപ്പായി പ്രാർത്ഥിക്കുക. തക്ക സമയമാകുമ്പോൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവത്തിന്റെ കരം തക്ക സമയത്ത് പ്രവർത്തിക്കാൻ എന്റെ ദൈവം ശക്തിയുള്ള ദൈവമാണ്. ആ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുക തന്നെ ചെയ്യും. ഇന്ന് പകലിൽ അല്പസമയത്തെ ചിന്തയ്ക്ക് ആധാരമായി തിരുവചന ഭാഗം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് തിരിക്കുന്നു. എഫെസ്യ ലേഖനം 3-ാം അധ്യായം അതിന്റെ 20-21 വാക്യങ്ങൾ ഒരാൾക്ക് വായിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ഞാൻ തന്നെ വായിക്കാം. Book of Ephesians chapter 3 verses 20 and 21. എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന് സഭയിലും ക്രിസ്തുയേശുവിലും എന്നേക്കും തലമുറയായും മഹത്വമുണ്ടാകട്ടെ. ആമേൻ. മതി. എഫെസ്യ ലേഖനമാണ് നാം വായിച്ചു കേട്ടത്. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. അല്പസമയം ഞങ്ങളുടെ വചനവുമായി ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വരുന്നു. കർത്താവ്, ഞങ്ങളോട് സംസാരിക്കണമേ. അങ്ങയുടെ ശബ്ദം കേൾപ്പാൻ ഞങ്ങൾ ഇടയാക്കണമേ. ഈ ദൈവവചനം കേട്ട് തൃപ്തി പ്രാപിച്ച് ദൈവത്തിന് മഹത്വം പ്രാപിച്ച് മടങ്ങിപ്പോകുവാൻ കർത്താവ് എല്ലാവരെയും സഹായിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനം സംസാരിപ്പാടിനെ ബലപ്പെടുത്തണം. പറഞ്ഞിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കായി, കർത്തദാസന്മാർക്കായി ഞങ്ങൾക്ക് ഒന്നിച്ച് ഞങ്ങളുടെ വചനം പഠിപ്പാൻ ഞങ്ങളെ ആക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഈ ദൈവവചന ഭാഗത്തെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ചിലപ്പോൾ ഒരു ടീച്ചിങ് പോലെ നിങ്ങൾക്ക് തോന്നിയേക്കാം. കാരണം എല്ലാ ദിവസവും ടീച്ചിങ് ആയതുകൊണ്ട് ഒരു പ്രസംഗ ഭാഷയിൽ അല്പം മാറ്റമായി നിങ്ങൾക്ക് തോന്നിയേക്കാം. ദൈവജനത്തെ അല്പം ആഴത്തിൽ ഒന്ന് ചിന്തിക്കാൻ ദൈവാത്മാവിൽ ശരണപ്പെടുകയാണ്. എഫെസ്യ ലേഖനം നാം പഠിക്കുമ്പോൾ നമുക്കറിയാം, ലേഖനങ്ങളുടെ റാണി, ക്യൂൻ ഓഫ് എപ്പിസിൽസ് എന്ന് പറയും. 4 കാരാഗ്രഹ ലേഖനങ്ങളാണുള്ളത്. ഏതൊക്കെയാണ് നമുക്കറിയാം? എഫെഷ്യൻസ്, ഫിലിപ്പിയൻസ്, കൊലോഷ്യൻസ്, ഫൈലമൻ. ഈ 4 കാരാഗ്രഹ ലേഖനങ്ങളാണ് പൗലോസിനാൽ എഴുതപ്പെട്ടത്. അതിൽ തന്നെ ഏറ്റവും ലേഖനങ്ങളുടെ റാണി അല്ലെങ്കിൽ ഏറ്റവും മനോഹരമായ ഒരു പുസ്തകമാണ് ഈ എഫെസ്യ ലേഖനം. കാരാഗ്രഹത്തിൽ വെച്ച് എഴുതപ്പെട്ടത് കൊണ്ട് തന്നെ അതിന്റെ ആഴം കൂടുതലാണ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു പുസ്തകമാണ്. നമ്മൾ ഇന്നൊക്കെ പുസ്തകം എഴുതുമ്പോൾ പലപ്പോഴും നമ്മൾ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള എയർ കണ്ടീഷൻ റൂമിൽ ഇരുന്നൊക്കെ പുസ്തകം എഴുതാറുണ്ട്. ഈ പുസ്തകം അങ്ങനെ എഴുതിയതല്ല. കാരാഗ്രഹത്തിന്റെ നടുവിൽ, തന്റെ വേദനകളുടെ നടുവിൽ, കഷ്ടതയിലൂടെ കടന്നു പോകുമ്പോഴാണ് ഫിലിപ്പിയ ലേഖനം 4:4 പറയുന്നത്, കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ. ഇതിന്റെ ഓരോ വാക്കുകളും വളരെ ഈടുറ്റതാണ്, വളരെ മനോഹരമാണ്. നാം വായിച്ചു കേട്ട തിരുവചന ഭാഗം പൗലോസിന്റെ പ്രാർത്ഥനയുടെ ഒരു എൻഡാണ്. എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവനെ സഭയിലും ക്രിസ്തുയേശുവിലും തലമുറയായും മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ. ഇവിടെ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും, ഈ ഒരു തിരുവചനഭാഗം പലപ്പോഴും മിസ്കോട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു വചനഭാഗമാണ്. പലപ്പോഴും നമ്മുടേതായ ചില നന്മകൾക്ക് വേണ്ടി ഈ വചനത്തെ വെച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്. എന്നാൽ ഇന്നത്തെ എന്റെ വചന ശുശ്രൂഷ ഒന്ന് അല്പം മാറി, ദൈവം അതിലൂടെ പ്രിയ സഭയോട് പൗലോസ് പറഞ്ഞ ആ കാര്യത്തിന്റെ ഉത്ബോധനം കുറച്ച് ആഴമായുള്ള കാര്യമാണ്. അതിനെക്കുറിച്ച് തന്നെ നിങ്ങളോട് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനു മുമ്പ് ഈ പുസ്തകത്തിന് 1-2 ബാക്ക്ഗ്രൗണ്ട് നിങ്ങളോട് ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 1-ാം അധ്യായം അതിന്റെ 4-ാം വാക്യം
വായിക്കുമ്പോൾ നമുക്ക് ഇപ്രകാരം കാണാൻ സാധിക്കും. നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മെ തിരഞ്ഞെടുക്കുകയും തിരുഹിതത്തിന്റെ പ്രസാദപ്രകാരം നമ്മെ തിരഞ്ഞെടുത്തു. 1:4 നാം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ഹി ചൂസസ്. ആൻഡ് പിന്നെ കാണുന്ന വാക്ക് ഇങ്ങനെയാണ്, അക്കോർഡിംഗ് ടു ഹിസ് പ്ലഷർ ആൻഡ് വിൽ. തന്റെ പ്രസാദപ്രകാരം ദൈവം നമ്മെ തിരഞ്ഞെടുത്തു. ഞാനൊന്ന് കോഡികരിച്ച് പെട്ടെന്ന് പറയാം. അതുപോലെ 1:9 നാം വായിക്കുമ്പോഴും ഇതേ കാര്യം നമുക്ക് കാണാൻ സാധിക്കും. തന്റെ പ്രസാദപ്രകാരം, ദൈവത്തിന്റെ ഹിതപ്രകാരം. അതിന്റെ 11 വാക്യം നാം വായിക്കുമ്പോഴും ഇതേ വാക്ക് തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ദൈവം നമ്മെ തിരഞ്ഞെടുത്തു തന്റെ പ്രസാദപ്രകാരം. ഇന്ന് പകൽ ഇവിടെ കൂടിയിരിക്കുന്ന ദൈവമക്കളെ, നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഇതാണ്. ദൈവം നമ്മെ തിരഞ്ഞെടുത്തത് തന്റെ മുൻ നിർണയ പ്രകാരം, ദൈവത്തിന്റെ ഹിതപ്രകാരമാണ്. നാം ഒരിക്കലും ആക്സിഡന്റലായി ഈ സൂം മീറ്റിംഗിൽ വന്നതല്ല, കർത്താവിനെ അറിഞ്ഞതല്ല. എപ്പോഴാണ് നമ്മെ തിരഞ്ഞെടുത്തത്? ലോകസ്ഥാപനത്തിന് മുൻപേ, നാം ജനിക്കുന്നതിന് മുന്നമേ ചില ദൈവമഹത്വത്തിന് വേണ്ടി പരിശുദ്ധാത്മാവ് നമ്മെ തിരഞ്ഞെടുത്തതാണെങ്കിൽ ഈ വാക്യങ്ങളെല്ലാം തുടർമാനമായി നമ്മോട് വിളിച്ചു പറയുന്ന ഒരു സന്ദേശമുണ്ട്. നമ്മുടെ ഭവനങ്ങളിൽ നിന്ന്, നമ്മുടെ കുലങ്ങളിൽ നിന്ന്, നമ്മുടെ ദേശങ്ങളിൽ നിന്നൊക്കെ കർത്താവ് നമ്മെ തിരഞ്ഞെടുത്തതാണ്. എങ്ങനെയാണ്? തന്റെ ഹിതപ്രകാരം, തന്റെ ഇഷ്ടപ്രകാരം കർത്താവ് ആഗ്രഹിക്കുന്ന ദൈവപ്രവൃത്തിക്ക് വേണ്ടി ദൈവം നമ്മെ വിളിച്ചു വേർതിരിച്ചതാണ്. ഇങ്ങനെയാണെങ്കിൽ അതിന്റെ 18 വാക്യം ഇങ്ങനെ പറയുന്നു, തന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്ന് നിറവേറുവാൻ. പൗലോസിന്റെ 2 പ്രാർത്ഥനകളാണ് ഈ പുസ്തകത്തിലുള്ളത്. അതിൽ ഒന്നാമത്തെ പ്രാർത്ഥന 1-ാം അധ്യായം 17 മുതലുള്ള വാക്യങ്ങളിലാണ്. അതിലേക്ക് ഞാൻ പോകുന്നില്ല. ഈ ഒരൊറ്റ വാക്ക് മാത്രമേ പറയാൻ ആഗ്രഹിക്കുന്നുള്ളൂ. അവിടെ എഴുതിയിരിക്കുന്നു, വിളിയാലുള്ള ആശ. നാം ആദ്യത്തെ അധ്യായത്തിൽ കണ്ട വാക്യങ്ങളിൽ പറയുന്നത് പോലെ ദൈവം നമ്മെ എന്ത് ചെയ്താണ്? തിരഞ്ഞെടുത്തതാണ് തന്റെ പ്രസാദപ്രകാരം. ഒന്നിനു വേണ്ടി? വിളിയാലുള്ള ആശ. The purpose of behind our call. ദൈവം നമ്മെ വിളിച്ചതിന്റെ പുറകിലുള്ള ദൈവത്തിന്റെ ഉദ്ദേശം. ഇന്ന് പകൽ പുലർക്കാലം നിങ്ങളോടായി ദൈവാത്മാവിൽ പറയാൻ എനിക്ക് നിയോഗമുള്ളതാണ്. ദൈവം നമ്മെ വിളിച്ച് വേർതിരിച്ചെങ്കിൽ ദൈവത്തിന്റെ ഇഷ്ടം അത് നമ്മളിവിടെ നിറവേറാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നൊന്ന് പുനർപരിശോധന ചെയ്യാൻ ഈ സമയം നമുക്ക് എടുക്കേണ്ടതാണ്. ദ ടൈം ഓഫ് സെൽഫ് ഇവാലുവേഷൻ. ദൈവം നമ്മെ കണ്ട ദൈവപ്രവൃത്തി നമ്മളിവിടെ നിറവേറാൻ കഴിഞ്ഞിട്ടുണ്ടോ? കർത്താവേ, അങ്ങയുടെ ഇഷ്ടം, അങ്ങയുടെ ആശ, the purpose behind the call. കർത്താവേ, അങ്ങ് വിളിച്ചതിന്റെ ഉദ്ദേശം നിറവേറാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയുടെ വാചകം അതായിരിക്കട്ടെ, എന്റെ ശിഷ്ടായുസ്, ദൈവം എനിക്ക് തന്ന ആരോഗ്യം, ദൈവം എനിക്ക് തന്ന മുന്നോട്ടുള്ള സമയം, അങ്ങയുടെ ഹിതം ചെയ്യാൻ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നെന്ന് ഇന്ന് പകൽ നിങ്ങളോട് ഉദ്ബോധിപ്പിക്കാൻ ദൈവാത്മാവിൽ എനിക്ക് നിയോഗമുണ്ട്. ശുഡാലമന അസ്തുനാരി ബലബലബ ശബലമന ഹന്തുനാരി വമ്പൽ പ്രൗഢമനന്തനദിഗത റീബാലമന ഹസ്തുനാരി ഹന്തൽ ശമനമനവനബ. ആമേൻ. ഗിദെയോനെ പറ്റി വചനം ഇപ്രകാരം പറയുന്നു, ഇപ്രകാരം ദൈവം തന്നെ വിളിച്ചു, അല്ലയോ പരാക്രമശാലിയെ. താൻ മുൻപന്തിയിൽ വന്ന ആളല്ല, പക്ഷെ താൻ ഒരു കാര്യം ചെയ്തു, മറ്റാരും കാണാതെ തനിക്കുള്ളത് മാറ്റി താൻ മാറ്റിയെടുത്തു. തനിക്ക് ഒറ്റ പ്രാർത്ഥനയും ഉദ്ദേശമേ ഉള്ളൂ. താൻ അധ്വാനിച്ചത് ശത്രുവിന് കൊടുക്കയില്ല. ഇന്ന് പുകൽക്കാലം വൈകിയ സമയം നിങ്ങളോട് വിളിച്ചു പറയട്ടെ, ദൈവം നമ്മെ വിളിച്ച ചില ഉദ്ദേശത്തിലേക്ക് മടങ്ങി വരാൻ, ദൈവ ഇഷ്ടത്തിന് വേണ്ടി മടങ്ങി വരാൻ, കർത്താവ് ഏൽപ്പിച്ച ചില ദൈവപ്രവൃത്തികൾക്ക് വേണ്ടി നിലകൊള്ളാൻ ഇന്ന് വൈകിയ സമയം നിങ്ങളോട് വിളിച്ചു പറയട്ടെ, ദൈവം നമ്മെ വിളിച്ച ദൈവത്തിന്റെ ഉദ്ദേശം, വിളിയാലുള്ള തന്റെ ആശ, ദ പർപ്പസ് ബിഹൈൻഡ് ദ കോൾ. പലരെയും വിളിച്ച പോലെയല്ല ദാവീദിനെ ദൈവം വിളിച്ചത്. പലരെയും വിളിച്ച പോലെയല്ല ദൈവം മോശയെ വിളിച്ചത്. പലരെയും വിളിച്ച പോലെയല്ല ദൈവം ഗിദെയോനെ വിളിച്ചത്. ഇന്ന് എത്ര പേർക്ക് തിരിച്ചറിയാൻ കഴിയുന്നു? കർത്താവേ, എന്റെ മേലുള്ള ദൈവത്തിന്റെ നിയോഗത്തിനായി സ്തോത്രം. പലപ്പോഴും ശത്രുവായ പിശാചി ലോകത്തിൽ ചെയ്യുന്നത് ആ നിയോഗത്തിൽ നിന്നും മാറ്റിക്കളയാൻ ശ്രമിക്കുന്നതാണ്. എന്നാൽ ഇന്നത്തെ പ്രാർത്ഥന, എഫേസ്യ സഭയിൽ പൗലോസ് എഫെസോസ് ദേശത്ത് നീണ്ട വർഷങ്ങൾ താമസിച്ച് അവിടെ സുവിശേഷ പ്രവർത്തനം നടത്തിയ ആളാണ്. എന്നിട്ടും അവരോട് ഉത്ബോധിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ ഇങ്ങനെ പോയാൽ പറ്റില്ല. നിങ്ങളെ കുറിച്ചുള്ള ദൈവത്തിന്റെ വിളിയാലുള്ള ആശ നിറവേറുക തന്നെ ചെയ്യണം. പിന്നീട് നാം 14 വാക്യങ്ങളിലേക്ക് നാം കടന്നു വരുമ്പോ തന്റെ 2ാമത്തെ പ്രാർത്ഥനയാണ് ഇന്ന് നാം ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. 14 മുതൽ 21 വരെയുള്ള വാക്യങ്ങളാണ് പൗലോസിന്റെ ഈ 2ാമത്തെ പ്രാർത്ഥന.
നാം പലപ്പോഴും 20-ാം വാക്യം പറയുന്ന എന്താണ്? നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി. നമുക്ക് അത് കേട്ടാൽ ഇഷ്ടമാണ്, അതുകൊണ്ട് നമ്മളവിടെ നിർത്തും. എന്നാൽ അവിടെ എങ്ങനെയാണ്? എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും. അപ്പൊ അതിന്റെ പ്രാർത്ഥന സ്റ്റാർട്ട് ചെയ്യുന്നത് 14-ാമത്തെ വാക്യം തൊട്ടാണ്. എന്താണ് 14-ാമത്തെ വാക്യം? ഒരാൾക്ക് വായിക്കാമോ? വേഴ്സ് നമ്പർ 14. അത് നിമിത്തം ഞാൻ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും പേർ വരുവാൻ കാരണമായ പിതാവിന്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു. മതി. ഒരു 2 കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത്. ഒന്ന്, ദ ഹെവൻലി ഫാമിലി, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള സകല കുടുംബത്തിനും. ഇന്ന് തൃശ്ശൂർ ജനിച്ച ഞാൻ നിങ്ങളോട് ഒരുമിച്ച് ഈ മീറ്റിംഗിൽ പങ്കെടുക്കുന്നെങ്കിൽ നമ്മളെല്ലാം കടന്നു വന്നിരിക്കുന്ന ഒരു സ്വർഗീയ കുടുംബത്തിലാണ്. ഞാൻ നിങ്ങളുടെ പാട്ടായി നിങ്ങളോട് ചേർന്ന് ദൈവവചനം പ്രസംഗിക്കുന്നെങ്കിൽ നമ്മളെല്ലാം വീണ്ടെടുക്കപ്പെട്ടത് ആ കുഞ്ഞാടിന്റെ രക്തം കൊണ്ടാണ്. അതുകൊണ്ടാണ് സ്വർഗീയ കുടുംബത്തിൽ അംഗമായി മാറിയത്. പലപ്പോഴും നോർത്ത് ഇന്ത്യയിലെ ഗ്രാമങ്ങളിൽ പോകാൻ ദൈവം എനിക്ക് അവസരം തന്നിട്ടുണ്ട്. അവിടെ ചെന്ന് യേശു മസീഹി ജയ് എന്ന് പറയുമ്പോൾ തിരിച്ച് ജയ് ഹല്ലേലൂയ എന്ന് പറയാൻ നമുക്ക് കഴിയുന്നത് ജന്മം കൊണ്ടോ കർമ്മം കൊണ്ടോ നമ്മളൊരാളായതുകൊണ്ടല്ല. നമ്മളെല്ലാം വീണ്ടെടുക്കപ്പെട്ടത് ആ കുഞ്ഞാടിന്റെ രക്തം കൊണ്ടായതുകൊണ്ട് തന്നെ നമുക്ക് പറയാനുള്ളത് ഒന്നുണ്ട്. അവൻ മറ്റുള്ളവരുടെ ഭാരങ്ങളെ ചുമന്ന് പ്രാർത്ഥിക്കാൻ. ഒരു സഹോദരി ഒരു ഭാരപ്പെട്ട വിഷയം ഇന്ന് ഇവിടെ പറഞ്ഞു. ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ കഴിയുന്നെങ്കിൽ അതിന്റെ കാരണം ഇതാണ്. അവൻ നമ്മുടെ ജന്മം കൊണ്ടോ അവൻ ബന്ധുമിത്രാദികളായതുകൊണ്ടല്ല നാം പ്രാർത്ഥിക്കുന്നത്. നമ്മളെല്ലാം ഒരു സ്വർഗീയ കുടുംബത്തിലെ അംഗങ്ങളായതുകൊണ്ട് നമ്മൾ ഒറ്റ ഉദ്ദേശത്തിന് വേണ്ടി അവൻ കുഞ്ഞാടിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളായി നാം ചേർന്നെങ്കിൽ നാം ഒരു സ്വർഗീയ കുടുംബത്തിന്റെ അംഗങ്ങളാണ്. എഴുതിയിരിക്കുന്നു, ഐ നീൽ ബിഫോർ മൈ ഫാദർ, ഞാൻ എൻ്റെ പിതാവിന്റെ സന്നിധിയിൽ മുട്ടുകുത്തുന്നു. എന്താണ് ഇവിടുത്തെ പ്രാർത്ഥനാ വിഷയം? ഇവിടെ പ്രാർത്ഥനാ വിഷയം ഒരു രോഗമല്ല, ഒരു പ്രാർത്ഥനാ വിഷയം സാമ്പത്തിക ബുദ്ധിമുട്ടല്ല. ഇവിടെയുള്ള പ്രാർത്ഥനാ വിഷയം കുറച്ചും കൂടെ ആഴത്തിലുള്ളതാണ്. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾ, ആരാധനകൾ കേവലം 6 അടി മണ്ണിൽ അലിഞ്ഞു തീരുന്നു. നമ്മുടെ ശരീരത്തിന് വേണ്ടിയാണെങ്കിൽ ഇന്ന് പകൽ ദൈവമക്കളെ അല്പസമയമാണ് നിങ്ങളുടെ കൂടെ ആയിരിക്കുന്നെങ്കിലും എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഇന്ന് പകൽ നാം പ്രാർത്ഥനയുടെ അടുത്തൊരു തലം ഇതാണ്. അകത്തെ മനുഷ്യന് വേണ്ടി, ഈ പുറത്തെ മനുഷ്യന് വേണ്ടിയുള്ള പ്രാർത്ഥനയല്ല ഈ പ്രാർത്ഥന. അകത്തെ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഐ നീൽ ബിഫോർ മൈ Father. There is an urgent prayer matter. That is not a sickness. That is not something related to the financial things. It is completely related to their inner man. അകത്തെ മനുഷ്യൻ, അതിനെ സംബന്ധിച്ചൊരു പ്രാർത്ഥനാ വിഷയം. പലപ്പോഴും നമ്മുടെ ശരീരത്തിൽ രോഗമുണ്ടാകാം, രോഗമില്ലാതിരിക്കാം. സാമ്പത്തികമുണ്ടാകാം, ഇല്ലാതിരിക്കാം. ഇതൊന്നും നമ്മെ മരണത്തിനപ്പുറം കൊണ്ടുപോകുന്നില്ല, അല്ലെങ്കിൽ നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ അകത്തേക്ക് പോകുന്നില്ല. ഇതെല്ലാം നമ്മെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. എന്നാൽ ഇവിടെയുള്ള ഈ പ്രാർത്ഥനകളൊന്നും പുറത്തെ ശരീരത്തിന് വേണ്ടിയുള്ളതായിരുന്നില്ല, മറിച്ച് അകത്തുള്ള ചിലതിന് വേണ്ടിയുള്ളതാണ്. 4 കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പൗലോസിന്റെ ഇവിടുത്തെ പ്രാർത്ഥന നാം കാണുന്നത്. 1-ാമത്തെ പ്രാർത്ഥന 16-ാമത്തെ വാക്യം, അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം അവന്റെ ആത്മാവിനാൽ നിങ്ങൾ അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടേണ്ടതിനും. മതി. തന്റെ 1-ാമത്തെ പ്രാർത്ഥന ഇതാണ്, അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടണം. ഒന്നിലവർക്ക് ചേർന്ന് പറയാമോ? അകത്തെ മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടണം. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, അവൻ തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം, റിച്ചസ് ഇൻ ഹിസ് ഗ്ലോറി. തന്റെ മഹത്വത്തിന്റെ ധനം. എന്താണ് ഈ മഹത്വത്തിന്റെ ധനം? മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം അകത്തെ മനുഷ്യൻ എന്ത് ചെയ്യണം? ബലപ്പെടണം. നിങ്ങൾക്ക് എന്നെ നോക്കിയാൽ ഇപ്പൊ ഇങ്ങനെ സൂമിൽ പകുതിയെ കാണുന്നുള്ളൂ. ഞാനൊരു 100 kg വെയിറ്റ് ഉള്ള ഒരാളാണ്. എന്നെ കണ്ടാൽ സാധാരണക്കാർക്കറിയാം നന്നായി എന്ത് ചെയ്യുന്ന ആളാണ്, കഴിക്കുന്ന ഒരാളാണ്. എന്നാൽ എൻ്റെ അകത്തെ മനുഷ്യന്റെ വലിപ്പം ആർക്കെങ്കിലും അറിയോ? ഇല്ല. അത് എത്ര വർഷമായിരുന്നോ, എത്ര പഠിച്ചു എന്നൊന്നും അകത്തെ മനുഷ്യന്റെ വലിപ്പം അറിയാനായില്ല. അകത്തെ മനുഷ്യന്റെ വലിപ്പം അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? ബൈബിൾ പറയുന്ന കുറച്ച് ടെസ്റ്റുകളുണ്ട്. മത്തായി സുവിശേഷം ഒക്കെ പഠിക്കുമ്പോൾ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. മത്തായി സുവിശേഷം അതിന്റെ 7-ാം അധ്യായം 24 മുതൽ 29 വരെ വായിക്കേണ്ട 2 തരത്തിലുള്ള ടെസ്റ്റ് അവിടെയുണ്ട്. ഒന്ന്, പാറമേൽ പണിത ടെസ്റ്റ് ഭവനം. 2, മണലിന്മേൽ പണിത ഭവനം. ഈ ടെസ്റ്റിൽ നമുക്കറിയാം നമ്മുടെ അകത്തെ മനുഷ്യൻ സ്ട്രോങ് ആണോ അല്ലയോ എന്നുള്ളത്. എങ്ങനെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്? ഈ ഒരു കാറ്റടിക്കണം, ഒരു തിരമാല അടിക്കണം, പ്രതികൂലം വരുമ്പോൾ അറിയാം നമ്മുടെ അകത്തെ മനുഷ്യൻ സ്ട്രോങ് ആണോ. പലപ്പോഴും വീരവാദം പറയാൻ നമുക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, അല്ലെങ്കിൽ 2 സാക്ഷ്യം പറയാൻ സമയം കിട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യും? അടിച്ച് തകർക്കും. ചെറുപ്പക്കാരുടെ ഭാഷ പറഞ്ഞാൽ നമ്മൾ മിന്നിക്കും. പക്ഷെ ജീവിതത്തിൽ മിന്നൽ വരുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും?
പെട്ടെന്ന് ചൂളിപ്പോകും. പലപ്പോഴും നാം തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യം ഇങ്ങനെയാണ്: നമ്മുടെ അകത്തെ മനുഷ്യൻ സ്ട്രോങ് ആണോ നമ്മൾ അറിയുന്നത് കാറ്റടിക്കുമ്പോൾ, വൻമഴ വരുമ്പോൾ, പ്രതികൂലത്തിന്റെ കാറ്റുകൾ ജീവിതത്തിന്റെ വഴിത്താരെ കടന്നു വരുമ്പോൾ തളർന്നു പോകുന്നെങ്കിൽ ഓർത്തോണം, കുറച്ചുകൂടെ സ്ട്രോങ് ആവാനുണ്ട്. ഇവിടെ പാറമേൽ പണിത വീടിന്റെ പ്രത്യേകത എന്താ? പാറമേൽ പണിയുന്ന വീടിന്റെ പ്രത്യേകത അത് ഒറ്റയടിക്ക് പണിയുന്നതല്ല. മണൽമേൽ പണിയുന്നത് എന്ത് ചെയ്യും? പെട്ടെന്ന് തീരുന്ന പണിയാ. പാറമേലുള്ളതോ അത് പെട്ടെന്ന് തീരില്ല. പാറമേൽ പണിയുന്ന വീട് എങ്ങനെയാണ്? ഓരോ കല്ലും എടുത്ത് വെച്ച് മെല്ലെ മെല്ലെ പണിയുന്ന ഒരു പണിയാ. പലപ്പോഴും ക്രിസ്ത്യൻ ജീവിതത്തിനകത്ത് പുതിയ ആളുകളെയൊക്കെ നിങ്ങൾ കാണുമ്പോൾ ചിലരെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. സ്നാനപ്പെട്ടു, 2-ാമത്തെ ആഴ്ച അവർ അഭിഷേകം കിട്ടി, 1 മാസം കഴിയുമ്പോഴേക്കും പ്രവചനം കിട്ടി, 2 മാസം കഴിയുമ്പോൾ വിശ്വാസത്തിൽ എന്തില്ല? ഇല്ല, കാണാനില്ല. ഫ്ലക്സിൽ കണ്ട ആളെ കാണാനില്ല. തിരിച്ചറിയുക ദൈവമക്കളെ, ആത്മീയ ജീവിതം ഏതെങ്കിലും ഒക്കെ ഒരു ഫാസ്റ്റ് ഫുഡ് കൾച്ചറിൽ ഡെവലപ്പ് ചെയ്യേണ്ടതെല്ലാം മറിച്ച് ജീവിതത്തിന്റെ അനുഭവങ്ങളിലൂടെ കർത്താവ് തരുന്ന ഓരോ കഷ്ടതയിലൂടെ ചവിട്ടി ചവിട്ടി ദൈവവചനത്തിലൂടെ ഉറപ്പിച്ച് പാറമേൽ അടിസ്ഥാനമിട്ട് വചനത്തിലൂടെ പണിതെടുക്കുന്ന ക്രിസ്തീയ ജീവിതം ആണ്ടുകൾ കഴിഞ്ഞാലും, വൻമഴ ചൊരിഞ്ഞാലും, വേദനകൾ കടന്നു വന്നാലും, കാറ്റടിച്ചാലും ഉറച്ചു നിൽക്കുന്നതിന്റെ കാര്യം എന്തെന്നറിയാമോ? അത് വചനത്തിലൂടെ പണിതത് കൊണ്ടാണ്. മത്തായി സുവിശേഷത്തിൽ ഇപ്രകാരം പറയുന്നു: ഈ വചനങ്ങളെ കേട്ട് പണിയുന്നവൻ പാറമേൽ പണിത് ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. പലപ്പോഴും ജീവിതത്തിന്റെ വഴിത്താരെ ഞാൻ കടന്നു വരുമ്പോൾ ഞാൻ പാസ്റ്റർമാരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നതിനോ ഒന്നും എതിരുള്ള ആളല്ല. പലപ്പോഴും കൊച്ചു കൊച്ചു വിഷയങ്ങൾ വരുമ്പോൾ, ഒരു പനി വരുമ്പോൾ, വിഷയങ്ങൾ വരുമ്പോൾ പെട്ടെന്ന് വിളിക്കാൻ തോന്നുന്നവരുണ്ട്. ഞാൻ അതിനെതിരല്ല പറയുന്നതിന്, മറിച്ച് നമ്മുടെ ആത്മപിതാവുമായി ഒന്ന് കണക്റ്റായി ആത്മാവിൽ സ്തോത്രം ചെയ്ത് ദൈവാത്മാവിൽ ചിലതിനു വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാൻ കഴിയുന്ന ആത്മീക മെച്യൂരിറ്റിയിലേക്ക് നാം വളരണമെന്ന് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നു. എന്ത് ചെയ്യണം? വചനത്തിലൂടെ വളരാൻ കഴിയണം. അതിനെന്ത് നാം പഠിക്കണം? ആത്മീക മനുഷ്യൻ വളരണമെങ്കിൽ അവിടെ എഴുതിയിരിക്കുന്ന എങ്ങനെയാണ്? തന്നെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം അകത്തെ മനുഷ്യൻ ബലപ്പെടണം. ഇന്ന് പകൽ ദൈവാത്മാവിൽ ആ വിഷയം തന്നെ കുറച്ചുകൂടെ ആഴത്തിൽ ചിന്തിക്കാൻ ദൈവാത്മാവിൽ ശരണപ്പെടുകയാണ്. എങ്ങനെയാണ് അകത്തെ മനുഷ്യൻ ബലപ്പെടുന്നത്? തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം. ഇവിടെ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യും എന്ന് പറയുന്നത് കേവലം ഭൗതികമായ നന്മയ്ക്ക് വേണ്ടിയല്ല, മറിച്ച് തന്റെ അകത്തെ മനുഷ്യൻ എന്ത് ചെയ്യണം? ബലപ്പെടണം. പലപ്പോഴും അകത്തെ മനുഷ്യൻ ക്ഷീണിച്ചാൽ, നമ്മൾ പറയാറില്ലേ, നമ്മുടെ മനസ്സ് ക്ഷീണിച്ചാൽ, ഹൃദയം ക്ഷീണിച്ചാൽ എന്നൊക്കെ ബൈബിളിൽ എന്ത് പ്രയോഗങ്ങളുണ്ട്. പലപ്പോഴും ജീവിതത്തിനകത്ത് ഡ്രൈ ആയി പോകുമ്പോൾ ഒരു കാലത്ത് രക്ഷിക്കപ്പെട്ടവരാണ്, സ്നാനപ്പെട്ടവരാണ്, പരിശുദ്ധാത്മാവിൽ ആരാധിക്കുന്നവരാണ്. എന്നാൽ ചില സമയങ്ങളിലൊക്കെ നാം വാടി തളർന്നു പോകുന്ന ചില സമയങ്ങൾ ജീവിതത്തിന്റെ വഴിത്താരെ കടന്നു വന്നേക്കാം. എന്നാൽ തിരിച്ചറിയുക, നമ്മുടെ ആത്മീയതയെ ചോർത്തിക്കളയുന്ന, അഭിഷേകത്തെ അനുദിനം ചോർത്തിക്കളയുന്ന ലോകത്ത് നാം ജീവിക്കുമ്പോൾ അനുദിനം ഇന്ന് പകൽ വചനം പറയുന്നു, തന്നെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം തന്നെ അകത്തെ മനുഷ്യനെ റീചാർജ് ചെയ്യാൻ കഴിയുന്ന ഒരു സ്വർഗത്തിലെ ദൈവമാണ് നമുക്കെങ്കിൽ ഇന്ന് വൈകിയ സമയം എത്ര പേർക്ക് സന്തോഷമുണ്ട്. കർത്താവേ, എന്റെ അകത്തെ മനുഷ്യനൊന്ന് ബലപ്പെടണം. ഈ ഡ്രൈ ആയുള്ള അവസ്ഥ എനിക്ക് മുന്നോട്ട് പറ്റില്ല. ജീവിതത്തിന്റെ കട്ടിയായ യാഥാർത്ഥ്യങ്ങളുടെ കടന്നുപോയാലും, ഏതൊക്കെ അവസ്ഥയിലൂടെ കടന്നുപോയാലും, നിരാശയുടെ അനുഭവത്തിൽ കടന്നുപോയാലും എന്നെ ബലപ്പെടുത്താൻ എന്റെ അകത്തെ മനുഷ്യനെ എന്റെ കർത്താവ് ബലപ്പെടുത്തണമേ എന്ന് ദൈവത്തോട് നാം പ്രാർത്ഥിക്കണം. ചിലപ്പോൾ ചില രോഗങ്ങളൊക്കെ വന്ന കർത്താവ് ചിലപ്പോൾ സൗഖ്യം തന്നില്ല എന്നിരിക്കാം, ചിലപ്പോൾ തന്നു എന്നിരിക്കാം. എന്നാൽ അകത്തെ മനുഷ്യൻ, പൗലോസ് ഇങ്ങനെയാണ് പറയുന്നത്, എന്റെ പുറത്തെ മനുഷ്യൻ ക്ഷയിച്ചു പോയാലും എന്റെ അകത്തുള്ളവൻ നാൾക്ക് നാൾ ബലം പ്രാപിക്കുന്നു. തനിക്ക് ഉറപ്പെന്തെന്നറിയാമോ? കഷ്ടതയുണ്ട്, പട്ടിണിയുണ്ട്, ആപത്തുണ്ട്, വാളുണ്ട്, ഇതെല്ലാം കൊണ്ട് തന്റെ ശരീരം തകർന്നിരിക്കുക. പക്ഷെ അകത്തൊരുന്നുണ്ട്, അത് ബലപ്പെടണം. ഇന്ന് പകൽ ദൈവാത്മാവിൽ പറയാൻ എനിക്ക് നിയോഗമുണ്ട്. നമ്മുടെ അകത്തെ മനുഷ്യനൊന്ന് ബലപ്പെടട്ടെ. ദൈവത്തെ റിസീവ് ചെയ്ത നാളിലെ അതേ ആത്മീയ അനുഭവം മാത്രമല്ല, ഹൃദയത്തിനകത്ത് ഏതെങ്കിലും കോണിൽ ഒരു നിരാശയുടെ ആത്മാവ് പലപ്പോഴും വ്യാപരിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് വൈകിയ സമയം ദൈവാത്മാവ് നമ്മിലേക്ക് ഇറങ്ങി വന്ന് നമ്മുടെ അകത്തെ മനുഷ്യനൊന്ന് ബലപ്പെടുത്തട്ടെ. ചില അവസ്ഥകളിലേക്ക് ദൈവാത്മാവ് ഇറങ്ങി വരട്ടെ. സ്പിരിറ്റ് ഓഫ് ജോയ്. വചനം ഇപ്രകാരം പറയുന്നു, വിഷണ്ണ മനസ്സിന് പകരം സ്തുതി എന്ന മേലാട കൊണ്ട് നിന്നെ ഉടുപ്പിക്കുവാനാണ് ദൈവശക്തിയുള്ള ദൈവമാണ്. ചില നിരാശകൾ മാറിപ്പോയി ദൈവാത്മാവിൽ ഉറപ്പ് വെളിപ്പെടുവാനായിട്ട് തീരട്ടെ.
അമേലിയാവ് ഒരു സമയം പ്രകാരം പറഞ്ഞു, മതിയോവേ മതി. ദൈവാത്മാവിലത്തെ മനുഷ്യനാണോ? അല്ല, കർത്താവ് നേരിട്ട് ഇടപെട്ട ഒരു മനുഷ്യനാ. ദൈവത്തിന്റെ ദൂത് ശക്തമായി വിളിച്ചു പറഞ്ഞ മനുഷ്യനാ. ഇസ്രായേലിന്റെ ചില വാക്കുകൾ തന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോൾ താനൊന്ന് തളർന്നുപോയി, താനൊന്ന് ക്ഷീണിച്ചു പോയി. താൻ പറഞ്ഞ വാക്ക് ഇങ്ങനെയാണ്, മതി യഹോവേ മതി എന്ന് ദൈവത്തോട് വിളിച്ചു പറഞ്ഞൊരു ഭക്തനെ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ ഇന്ന് പകൽ വൈകിയ സമയം വിളിച്ചു പറയട്ടെ ദൈവമക്കളെ, അവിടെ താൻ തളർന്നു പോയപ്പോൾ ദൈവം ഒരു ദൂതനെ തന്റെ അടുത്തേക്ക് അയക്കുകയാണ്. ഒരു ദൂതനെ എന്ന് അയച്ചിട്ട് പറയുകയാണ്, നിനക്കൊരു ദൂരയാത്രയുണ്ട്. ഇന്ന് വൈകിയ സമയം വിളിച്ചു പറയട്ടെ, ഹൃദയത്തിനകത്ത് തളർന്ന് ക്ഷീണിച്ച് എവിടെയൊക്കെ ചില നിരാശകൾ കടന്നു വന്ന് ദൈവം ഏൽപ്പിച്ച ദൈവത്തിന്റെ ഉദ്ദേശത്തിൽ നിന്ന് എവിടെയൊക്കെയോ മാറാൻ ഹൃദയത്തിനകത്ത് തീരുമാനമെടുത്ത ദൈവ പൈതല്, ഇന്ന് പകൽ ദൈവാത്മാൽ വിളിച്ചു പറയട്ടെ, നിന്നെ വിളിച്ച വിളിക്കു വേണ്ടി നീ ശക്തമായി നിലകൊള്ളുക. തളർന്നു പോകരുത്. മതി എന്ന വാക്കുകളെ ഇന്ന് വൈകിയ സമയം ദൈവാത്മാവ് ഡിലീറ്റ് ചെയ്യുകയാണ്. നിന്റെ അകത്ത് പിന്നെയും തുടങ്ങാൻ നിന്നെ വിളിച്ച ദൈവത്തിന്റെ ഉദ്ദേശം, നിന്നാക്കിയ ദൈവത്തിന്റെ ഉദ്ദേശം അത് നിറവേറുക തന്നെ ചെയ്യും. ഇന്ന് വൈകിയ സമയത്തിലൂടെ ഹൃദ്യമായി പരിശുദ്ധാത്മാവ് ഇടപെടുകയാണ്. തനിക്കെതിരെ ഉയർന്നു വന്ന കഴുകുമരം മർദ്ദക്കായി വേദനയോടായിരുന്നപ്പോൾ ദൈവം ചില ഹൃദയങ്ങളിൽ അസ്വസ്ഥത ഉണ്ടാക്കി. എസ്തേറിനോട് പറഞ്ഞ വാക്ക് ഇങ്ങനെയാണ്, നീ ഈ സമയത്ത് മിണ്ടാതിരുന്നാൽ ഇസ്രായേലിന് മറ്റൊരിടത്തുനിന്നും രക്ഷയുണ്ടാകും. നീയും നിന്റെ പ്രതിഭവനവും നശിച്ചു പോകും. ദൈവമക്കളെ, പലപ്പോഴും ഈ കൃപയ്ക്കകത്ത് ആയത്, ഈ ദൈവ സൗഭാഗ്യങ്ങളൊക്കെ തന്നത്, പ്രാർത്ഥനയുടെ ആത്മാവിനാൽ നിറച്ചത്, ചില ദൈവിക റിസോഴ്സുകളൊക്കെ തന്നത് നിർത്തിപ്പോകാനല്ല, മതി എന്ന് പറയാനല്ല. ഹൃദയത്തിനകത്ത് നിരാശകൾ കടന്നു വരുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽ ദൈവാത്മാവ് കൃത്യമായി ഇടപെടട്ടെ. ദൈവാത്മാവ് കൃത്യമായി ചിലരോട് സംസാരിക്കട്ടെ. ഹൃദയത്തിനകത്ത് ക്ഷീണിച്ച് മടുക്കാതിരിപ്പാൻ ഇന്ന് പകൽ ദൈവാത്മാവിൽ ഒന്ന് പ്രാർത്ഥിക്കാൻ കഴിയുമോ? കർത്താവേ, എന്റെ അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടണം. നിരാശകൾ മാറട്ടെ. ചില ശുശ്രൂഷകളുടെ ബന്ധത്തിൽ മതി മതി എന്ന് പറയുന്ന വാക്കുകളെ ഇന്ന് വൈകിയ സമയം ദൈവാത്മാവ് ഡിലീറ്റ് ചെയ്ത് ചിലതിനെ സ്റ്റാർട്ട് ചെയ്യാൻ പരിശുദ്ധാത്മാവ് ബുദ്ധി ഉപദേശിക്കുകയാണ്. അവൻ തന്നെ മഹത്വത്തിന്റെ ദാനത്തിനൊത്തവണ്ണം അത് അൺലിമിറ്റഡ് ആയിട്ടുള്ള ഒരു പവറാ. അത് ലിമിറ്റഡ് ആയിട്ടുള്ള പവർ അല്ല. അത് കേവല സാമ്പത്തിക നന്മയ്ക്ക് വേണ്ടിയല്ല, ഭൗതിക നന്മയ്ക്ക് വേണ്ടിയല്ല, മറിച്ച് നീ ക്ഷീണിച്ചു പോകാതിരിക്കാൻ, നീ മടുക്കാതിരിക്കാൻ, നിരാശപ്പെടാതിരിക്കാൻ, ശുശ്രൂഷയിൽ മുരടിക്കാതിരിക്കാൻ, ആത്മീയതയിൽ തളരാതിരിക്കാൻ ദൈവം തന്നൊരു ശക്തിയാണ്. ഇന്ന് പകൽ ദൈവാത്മാവിൽ പറ, കർത്താവേ, എന്റെ അകത്തെ മനുഷ്യനൊന്ന് ബലപ്പെടുത്തണമേ. ഒരു വചനം വായിക്കാൻ എനിക്ക് നിയോഗമുണ്ട്. അപ്പോസ്തല പ്രവൃത്തികൾ 18-ാം അധ്യായം അതിന്റെ 6-ാം വാക്യം ഒരാൾക്ക് വായിക്കാം. ആക്ട്സ് ചാപ്റ്റർ 18 വേഴ്സ് നമ്പർ 6. അപ്പോസ്തല പ്രവൃത്തികൾ 18:18 വേഴ്സ് 6. അവർ എതിർ പറയുകയും ദുഷിക്കുകയും ചെയ്യുകയാൽ അവൻ വസ്ത്രം കുടഞ്ഞു, നിങ്ങളുടെ നാശത്തിന് നിങ്ങൾ തന്നെ ഉത്തരവാദികൾ, ഞാൻ നിർമ്മലൻ, ഇനിമേൽ ഞാൻ ജാതികളുടെ അടുക്കൽ പോകുമെന്ന് അവരോട് പറഞ്ഞു. മതി. കൊരിന്ത് പട്ടണത്തിൽ അപ്പോസ്തലനായ പൗലോസ് പോയപ്പോൾ നമുക്കറിയാം, കൊരിന്ത് പട്ടണം വളരെ തിന്മ കൊണ്ട് നിറഞ്ഞൊരു സ്ഥലമാണ്. താൻ ഒത്തിരി സുവിശേഷം പറഞ്ഞു. എന്നാൽ അവിടെ സംഭവിച്ചത്, അവർ എതിർ പറയുകയാലും ദുഷിക്കയാലും അവൻ വസ്ത്രം കുടഞ്ഞു. നിങ്ങളുടെ നാശത്തിന് നിങ്ങൾ തന്നെ ഉത്തരവാദികൾ, ഞാൻ നിർമ്മലൻ, ഇനിമേൽ ഞാൻ ജാതികളുടെ അടുക്കൽ പോകുമെന്ന് അവരോട് പറഞ്ഞു. എന്നാൽ അങ്ങനെ ഹൃദയത്തിനകത്ത് ക്ഷീണിച്ചു മടുത്തപ്പോ 9-ാം വാക്യം, രാത്രിയിൽ കർത്താവ് ദർശനത്തിൽ പൗലോസിനോട്, നീ ഭയപ്പെടാതെ പ്രസംഗിക്കുക, മിണ്ടാതിരിക്കരുത്, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. ആരും നിന്നെ കയ്യേറ്റം ചെയ്ത് ദോഷപ്പെടുത്തുകയില്ല. ഈ പട്ടണത്തിൽ എനിക്ക് വളരെ ജനമുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ അവൻ 1 ആണ്ട് 6 മാസം അവരുടെയിൽ ദൈവവചനം ഉപദേശിച്ചും കൊണ്ട് താമസിച്ചു. കൊരിന്ത് പട്ടണത്തിൽ ഞാൻ ചെന്നപ്പോൾ ജനം തന്നെ അക്സെപ്റ്റ് ചെയ്യാതിരുന്നപ്പോൾ, എതിർ പറയാതിരുന്നപ്പോൾ താൻ പറഞ്ഞ മറുപടി, ഞാൻ പോവാ, മതി, നിങ്ങൾ തന്നെ ഉത്തരവാദികൾ. എന്നാൽ രാത്രിയിൽ ദർശനത്തിൽ ദൈവം ഇടപെട്ടൊരു സംഭവമുണ്ട്. ഭയപ്പെടാതെ പ്രസംഗിക്കുക, ഭയപ്പെടാതെ പ്രസംഗിക്കുക.
മിണ്ടാതിരിക്കരുത്, ഞാൻ നിന്നോടുകൂടെയുണ്ട്. ആമെന്ന് വൈകിയ സമയം ഞാൻ ഈ വചനം എടുത്തതല്ല, ദൈവം ഈ യോഗത്താൽ വിളിച്ചു പറയട്ടെ. ചിലരോടായി, ചില സ്ഥാനങ്ങളിൽ, ചില ദേശങ്ങളിൽ, ചില ദൈവ പ്രവൃത്തിക്ക് വേണ്ടി നിൽക്കുന്ന ദൈവവൈതലേ, നീ മതി എന്ന് പറഞ്ഞ് ചുടഞ്ഞു കളഞ്ഞ് മുന്നോട്ട് പോകാൻ തീരുമാനമെടുത്തതാണെങ്കിൽ ദൈവാത്മാവ് നിന്നോട് പിന്നെയും പറയുന്നു, നോ. നീ മിണ്ടാതിരിക്കരുത്. ദൈവം നിന്നെ അവിടെ ആക്കിയതാണെങ്കിൽ യു സ്റ്റേ ബാക്ക് ദർ. കർത്താവ് ചിലവ് നിനക്ക് വേണ്ടി അവിടെ ചെയ്യാൻ പോകുന്നു. കൊരിന്ത്യ സഭയോടുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ നീതി പിന്നീട് അവിടെ വെളിപ്പെടുത്തി, ദൈവമഹത്വം വെളിപ്പെടുത്തിയെങ്കിൽ ആ ദൈവ ശബ്ദം കേട്ടപ്പോൾ പൗലോസിന്റെ അകത്തെ മനുഷ്യൻ ബലപ്പെട്ടു. താൻ അവിടെ നിലകൊള്ളാൻ ആവശ്യമായ ദൈവകൃപ കർത്താവ് തന്റെ അകത്ത് പകർന്ന് ആ സഭ ശക്തിയോടെ പിന്നീട് വളർന്നു വരുവാനിടയായി തീർന്നു. ചില ജോലി സ്ഥാനങ്ങളിൽ, ചില ദൈവപ്രവൃത്തിക്ക് വേണ്ടി ചില ഇടങ്ങളിൽ കർത്താവ് ആക്കിയ ഇടങ്ങളിൽ നിന്ന് കർത്താവിന്റെ ശബ്ദം കേൾക്കാതെ പുറപ്പെട്ടു പോരരുത്, പുറപ്പെട്ടു പോരരുത്. ദൈവ ശബ്ദത്തിന് വേണ്ടി നീ അവിടെ പോയെങ്കിൽ നമുക്കറിയാം റൂത്തിനെയും നവോമിയെയും. ബഥേലിൽ ക്ഷാമമുണ്ടായപ്പോ ചിലർ എന്ത് ചെയ്തു? മോബിലേക്ക് ഓടിപ്പോയി. അപ്പത്തിന്റെ ഭവനത്തിൽ ക്ഷാമമുണ്ടായപ്പോൾ അപ്പം കിട്ടുന്ന ചിലടത്ത് എന്ത് ചെയ്തു? ഓടിപ്പോയി. പക്ഷെ എന്ത് സംഭവിച്ചു? ഭർത്താവ് നഷ്ടപ്പെട്ടു, 2 ആമക്കൾ നഷ്ടപ്പെട്ടു. ദൈവാത്മാവ് വിളിച്ചു പറയേണ്ട ദൈവമക്കളെ, അപ്പത്തിന്റെ ഭവനത്തിൽ ക്ഷാമം ഉണ്ടായാലും അപ്പത്തിന്റെ ഭവനത്തെ സന്ദർശിച്ച് അപ്പം കൊടുക്കുന്ന ഒരു സ്വർഗത്തിലെ ദൈവമുണ്ട്. എന്നാൽ നീ മോവാബിലേക്ക് പോയാൽ ചിലതൊക്കെ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ക്ലിയറായി ദൈവാത്മാവ് വിളിച്ചു പറയട്ടെ, ക്ഷാമം വരുമ്പോൾ ഓടിപ്പോകാനല്ല ദൈവം നിന്നെ വിളിച്ച് ചിലടത്താക്കിയത്. അപ്പത്തിന്റെ ഭവനത്തിൽ ക്ഷാമമുണ്ടെങ്കിലും അപ്പത്തിന്റെ ഭവനത്തെ സന്ദർശിച്ച് അവർക്ക് വേണ്ടി കരുതുന്ന ഒരു സ്വർഗത്തിലെ തമ്പുരാനുണ്ട്. തകർന്നു പോകരുത്. കൊരിന്ത് പട്ടണത്തിൽ ചിലരൊക്കെ എതിർത്തപ്പോൾ കുടഞ്ഞു കളഞ്ഞ് ഓടാനല്ല ദൈവം നമ്മെ വിളിച്ചത്. കുടഞ്ഞു കളഞ്ഞ് പോകാനല്ല. നീ ആയിരിക്കുന്ന ഇടത്ത് ചില ദൈവമഹത്വം വെളിപ്പെടുത്തി ദൈവാത്മാവിൽ ഉറപ്പിക്കുന്ന ഒരു സ്വർഗത്തിലെ ദൈവം നിന്നോട് കൂടെയുണ്ട്. ഞാൻ വേഗത്തിൽ മുന്നോട്ട് പോകട്ടെ. അവിടെ പ്രകാരം എഴുതിയിരിക്കുന്നു, തന്റെ മഹത്വത്തിന്റെ ധനത്തിനൊത്തവണ്ണം നിന്റെ അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടണമെന്ന് വചനം പറയുകയാണ്. എങ്ങനെയാണ്? ദ റിച്ചസ് ഇൻ ഗ്ലോറി. കർത്താവ് നമ്മുടെ അകത്തെ മനുഷ്യനെ ബലപ്പെടുത്താൻ തന്നിരിക്കുന്ന എന്താ? അൺലിമിറ്റഡ് ആയിട്ടുള്ള പവറാ. അതൊരിക്കലും നമ്മെ കേവലം ഈ ലോകത്തിൽ ചിലത് മാത്രം കാട്ടിക്കൂട്ടാനുള്ളതല്ല, മറിച്ച് ദൈവാത്മാവിൽ വളരാൻ തന്റെ അൺലിമിറ്റഡ് ആയിട്ടുള്ള ശക്തി നമ്മൾ അകത്തെ മനുഷ്യൻ പൂർണ്ണമായി ദൈവാത്മാവിൽ ബലപ്പെടാൻ ദൈവം നമ്മെ കണ്ടിരിക്കുകയാണ്. എത്ര പേർക്ക് പ്രാർത്ഥിക്കാൻ കഴിയും? കർത്താവേ, നിന്റെ അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടണം. ചിലപ്പോഴൊക്കെ ചില നിരാശയുടെ വാക്കുകൾ കടന്നു വന്നിട്ടുണ്ട്. ഞാൻ പലപ്പോഴും കുലുങ്ങിയതായി എനിക്ക് തോന്നിയിട്ടുണ്ട്. പലപ്പോഴും ഇടർച്ചകൾ കടന്നു വന്നിട്ടുണ്ട്, നിരാശകൾ കടന്നു വന്നിട്ടുണ്ട്. ദാവീദ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എങ്ങനെയാണ്? കർത്താവേ, സ്ഥിരമായ ഒരു ആത്മാവിനെ എന്നിൽ പുതുതാക്കണമേ, എന്റെ അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടാൻ കൃപ തരണമേ. ദൈവസന്നിധിയിൽ ശക്തിയോടെ പ്രാർത്ഥിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഈ അകത്തെ മനുഷ്യനെ തന്നെ ഒന്നുകൂടെ ആഴത്തിൽ നിങ്ങളോട് പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. സമയം മുന്നോട്ട് പോകുന്നു എന്നെനിക്കറിയാം. ഈ അകത്തെ മനുഷ്യൻ ഫോം ആകാൻ ദൈവം നമ്മളെയും കണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ്? നാം പറഞ്ഞുവല്ലോ, വചനത്തിലൂടെ എന്ത് ചെയ്യും? ഈ അകത്തെ മനുഷ്യൻ ബലപ്പെടാൻ ഇടയായി തീരും. നമുക്ക് വലിയൊരു ഉത്തരവാദിത്വം ദൈവം നമുക്ക് തന്നിട്ടുണ്ട്, പ്രത്യേകിച്ച് നമ്മുടെ തലമുറയോടുള്ള ബന്ധത്തിൽ. ഞാൻ പലപ്പോഴും കുഞ്ഞുങ്ങളോട് പറയുന്ന ഒരു കാര്യമാണ്, മാതാപിതാക്കളോടും പറയുന്ന കാര്യമാണ്. ചെറുപ്പത്തിലെ കുഞ്ഞുങ്ങളിലേക്ക് ഈ ദൈവ വചനത്തിന്റെ ഫൗണ്ടേഷൻ ഇടാൻ നമുക്ക് കഴിയണം. ഒരുപക്ഷെ 10,000 ലക്ഷക്കണക്കിനോ സമ്പാദിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ഞാൻ ഈ കൗൺസിലിംഗ് ഫീൽഡ് പലപ്പോഴും കുഞ്ഞുങ്ങളുമായി സംസാരിക്കുമ്പോൾ വളരെയധികം സങ്കടത്തോടെ അതിനകത്തുനിന്ന് പോകാൻ ഇടയായി തീർന്നിട്ടുണ്ട്. പലപ്പോഴും കാണുന്ന ഒരു കാര്യം എങ്ങനെയാണ്? മാതാപിതാക്കളെ വിട്ടുപോകുന്ന ഒരു സമയമുണ്ട്. പാസ്റ്ററെ, സാറേ, ബ്രദറെ, എനിക്ക് എന്ത് ചെയ്തു? ഒരു ഫ്രീഡം കിട്ടി, ഞാനിപ്പോ പറക്കുകയാണ്. ആ കെട്ടുപാടിൽ നിന്ന്, ബന്ധനത്തിൽ നിന്ന് ഞാൻ പുറത്തോട്ട് വന്നു. നമുക്ക് കുഞ്ഞുങ്ങളെ കാണാൻ കഴിയുന്ന, നമ്മുടെ കൊച്ചുമക്കളെ കാണാൻ കഴിയുന്ന ഒരു സമയമുണ്ട്. അതിനു മുന്നേ നമുക്ക് അവർക്ക് വേണ്ടി ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യം, ഒന്ന്, ദൈവവചനത്തിന്റെ അടിത്തറ പാകാൻ കഴിയണം. ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ മാതാവും പിതാവും ഒക്കെ ചെയ്തൊരു കാര്യം, വചനം കാണാതെ പഠിപ്പിക്കുമായിരുന്നു. എന്നാൽ അന്ന് കാണാതെ പഠിപ്പിക്കുമ്പോൾ അപ്പനോടും അമ്മയോടും നമുക്കുണ്ടാകുന്ന ഒരു വെറുപ്പുണ്ട്.
അത് പഠിച്ചിട്ട് മതി ഇന്ന് കഴിപ്പെന്നൊക്കെ പറയുമ്പോൾ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് വരുന്ന വളരെ ഒരു വേദനയാണ്. ഇത്രയും നിഷ്ഠൂരനായ ഒരു പിതാവ് എന്നൊക്കെയാണ്. എന്നാൽ ഇന്ന് ഏറ്റവും സന്തോഷിക്കുന്നത് അന്നൊക്കെ പഠിച്ച ദൈവവചനങ്ങൾ കൊണ്ടാണ്. എന്ന് പകരം വിളിച്ചു പറയട്ടെ, ഒരു ഫൗണ്ടേഷൻ ജീവിതത്തിന്റെ അകതാരിയിലേക്ക് മക്കൾക്കും ഇടാൻ കഴിഞ്ഞെങ്കിൽ ദൈവമക്കളെ വിളിച്ചു പറയട്ടെ, ഏത് സാഹചര്യത്തിൽ ഒരു ദൈവഭയം, ഒരു ദൈവസ്നേഹം അവരിൽ ഉളവാക്കാൻ കഴിയണം. പർപ്പസ്ഫുൾ ആയ ദൈവവചനത്തിന് വേണ്ടി സമയം ചെലവഴിക്കാൻ കഴിയണം. കൊച്ചുമക്കൾ കൂടെയുള്ളപ്പോൾ അവർ നമ്മെ വിട്ടുപിരിയുന്നതിന് മുന്നമേ, അവർ സ്റ്റഡീസിന് വേണ്ടി പോകുന്നതിന് മുന്നമേ ദൈവവചനത്തിന്റെ ഒരു അടിത്തറ പ്രിയ കുഞ്ഞുങ്ങൾക്ക് പാകാൻ ദൈവം നമുക്ക് തന്നൊരു ഉത്തരവാദിത്വമാണ്. അവരുടെ അകത്തെ മനുഷ്യൻ ബലപ്പെടുന്നതിന് വേണ്ടിയുള്ള ഒരു ഫൗണ്ടേഷൻ സ്റ്റോൺ വെക്കാൻ മാതാവേ, പിതാവേ, അപ്പച്ച, അമ്മച്ചി, ദൈവം നിന്നെ ഏൽപ്പിച്ചെങ്കിൽ അത് ഉത്തരവാദിത്വ ബോധത്തോടെ തന്നെ വളരെ ഇന്റൻഷനലായി ഈ ദൈവവചനം അവരെ പഠിപ്പിക്കാൻ ജീവിതത്തിനകത്ത് സമയമെടുക്കേണ്ടിയിരിക്കുകയാണ്. പലപ്പോഴും ദൈവവചനകത്ത് കയറിയ ഗുണം എന്താ? തെറ്റിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ സ്ലിപ്പായി പോകുന്ന സമയത്ത് ഒരു ശബ്ദം അവർ കേൾക്കും. അവരെ സ്നേഹിക്കുന്ന ഒരു ശബ്ദം കേൾക്കും. ഒരു നോ എന്ന് പറയാൻ മാതാവോ പിതാവോ അവർ കൂടെ ഇല്ലെങ്കിലും അവരുടെ ശബ്ദം കേൾപ്പിക്കുന്ന ഒരു സ്വർഗത്തിലെ ദൈവം അവിടെ കൂടെ ഉണ്ടാകും. അകത്തെ മനുഷ്യനെ പറ്റി പഠിക്കുമ്പോൾ മാതാവേ, പിതാവേ, നമുക്ക് എടുക്കാൻ കഴിയുന്ന ഒരു തീരുമാനമുണ്ട്. എന്റെ കുഞ്ഞുങ്ങൾക്കകത്ത് ദൈവവചനം സുലഭമായി വിളമ്പാൻ കഴിയണം. നമ്മുടെ കുടുംബ പ്രാർത്ഥനകൾക്കകത്ത് ദൈവവചനം നന്നായി വായിക്കാൻ കഴിയണം. കേവലം ബൈബിൾ എടുത്ത് ഒരു സങ്കീർത്തനം തുറന്നു വെച്ച് നടുവാകം തുറന്ന് വായിച്ചു നിർത്താനല്ല ഞാൻ പറയുന്നത്. മറിച്ച് പർപ്പസ്ഫുൾ ആയി ദൈവവചനം പഠിപ്പിക്കുന്ന, ദൈവവചനം വായിക്കുന്ന ഒരു ആത്മീയ അന്തരീക്ഷം നമ്മുടെ ഭവനത്തിൽ ഉണ്ടാകട്ടെ. നമ്മുടെ ലക്ഷക്കണക്കിന് രൂപയേക്കാൾ നാം കൊടുക്കുന്ന മറ്റെന്തിനേക്കാളും നമ്മുടെ തലമുറയെ പിടിച്ചു നിർത്താൻ കഴിയുന്നത് ഈ ദൈവവചനത്തിന്റെ ശക്തിയാണ്. ഈ ദിവസങ്ങളിൽ പലപ്പോഴും തലമുറകളെ തെറ്റിച്ചു കളയുന്ന ഒരു വല്ലാത്ത കാലഘട്ടം. നമ്മൾ വളരെയധികം പ്രാർത്ഥിക്കണം. ഞാൻ കുഞ്ഞുങ്ങളിൽ വർക്ക് ചെയ്യുന്ന ഒരാളെ നിലയ്ക്ക് നിങ്ങളോട് പറയട്ടെ, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വളരെയധികം പ്രാർത്ഥിക്കണം. ഞാൻ നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലുള്ള പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് പറയുന്നതെങ്കിലും ഒട്ടനവധി കുഞ്ഞുങ്ങൾ ട്രാപ്പിനകത്താണ്. പലപ്പോഴും ആഗ്രഹിച്ചിട്ടല്ല അവർ അതിനകത്ത് വീഴുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം സംസാരിച്ച ഒരു കുഞ്ഞിന്റെ കാര്യം പറയാം. ആ കുഞ്ഞ് വളരെ നന്നായി പഠിക്കുന്ന ഒരു മിടുക്കിയ ഒരു പെൺകൊച്ച്. അവളുടെ വെക്കേഷൻ സമയത്ത് അവളുടെ വിൻഡോയിൽ പ്രത്യക്ഷപ്പെട്ട ഒരു ചാറ്റ് ബോക്സ്. അവൾ ചാറ്റ് ചെയ്ത് തുടങ്ങി. എന്നാൽ അവളുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടാത്ത ചില കാര്യങ്ങൾ സംഭവിച്ചു. മാതാപിതാവ് വളരെയധികം അടിച്ച് വ്രണപ്പെടുത്തിയാണ് ഞങ്ങളടുത്ത് കൊണ്ടുവന്നത്. എന്നിട്ട് പറഞ്ഞു, ഇപ്പൊ പറയൂ സാർ, എന്താണ് അവളുടെ പ്രശ്നം? വളരെ വലിയൊരു കുടുംബത്തിൽ ജനിച്ചൊരു കുഞ്ഞാ. എന്നാൽ ആ കുഞ്ഞ് ഇന്ന് വളരെ ട്രാപ്പില. എന്നോട് പറഞ്ഞൊരു കാര്യം ഇങ്ങനെയാണ്, പാസ്റ്ററെ, വേണമെന്ന് വിചാരിച്ചിട്ടല്ല, ഒരു പർട്ടിക്കുലർ സമയത്ത് അതിനകത്ത് ഞാൻ അങ്ങ് പെട്ടുപോയി. വളരെ നല്ലൊരു പെൺകുട്ടിയാണ്, എന്നാൽ എനിക്ക് ഇന്ന് ഊരാൻ കഴിയുന്നില്ല. ആ ഒരു വല്ലാത്തൊരു ട്രാപ്പിനകത്ത് പലപ്പോഴും അവർ കടന്നു പോകുന്ന ഒരു വല്ലാത്ത അവസ്ഥയെ ഉപയോഗിക്കുന്ന ഒരു വല്ലാത്ത കാലഘട്ടമാണിത്. ചെറുപ്പക്കാരുടെ, യൗവനക്കാരുടെ സാഹചര്യങ്ങൾ ഉപയോഗിക്കുന്ന ഒരു വല്ലാത്ത കാലഘട്ടം. മൊറാലിറ്റി ഒക്കെ പുസ്തകങ്ങളിൽ മാത്രമായി മാറുന്ന ഒരു കാലഘട്ടം. നാം തിരിച്ചറിയുക, നമ്മുടെ കുഞ്ഞുങ്ങൾ ദൈവഭയമുള്ളവരായി, ദൈവസ്നേഹമുള്ളവരായി, ദൈവകൃപയുള്ളവരായി മാറാൻ ഒരു പർപ്പസ്ഫുൾ ആയി പ്രാർത്ഥനയ്ക്ക് വേണ്ടി ചില എഫർട്ട് എടുക്കാൻ നമുക്ക് കഴിയണം. ചില സമയങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയണം. അവിടെ ഫൗണ്ടേഷൻ സ്ട്രോങ് ആക്കി വെക്കാൻ നമുക്ക് കഴിയണം. നാം ലോകം മുഴുവൻ പോയി പല കാര്യങ്ങളും ചെയ്യുന്നവരാണ്. എന്നാൽ നമ്മുടെ തലമുറ ക്രിസ്തുവിൽ നിലകൊള്ളുന്നവരല്ലെങ്കിൽ ഈ ലോകത്തിന് മുമ്പിൽ നാം തളർന്നു പോകാൻ സാധ്യത ചോദ്യം ചെയ്യുന്ന ക്വസ്റ്റ്യൻ മാർക്കായി മാറാൻ സാധ്യതയുണ്ട്. കർത്തൃദാസൻ 32 വർഷങ്ങളുടെ ശുശ്രൂഷയ്ക്ക് ശേഷം അദ്ദേഹത്തിന് മകൻ സാത്താൻ ആരാധനയ്ക്ക് വേണ്ടി കടന്നുപോയി. അദ്ദേഹത്തിന്റെ കണ്ണുനീരോടെയുള്ള സാക്ഷ്യം ഞാൻ കേട്ടതാണ്. അദ്ദേഹം തന്റെ സഭാപ്രവർത്തനം നിർത്തിവെച്ചു. കേരളത്തിലെ സഭയുടെ ഒരു പാസ്റ്റർ മകന്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അദ്ദേഹത്തോട് ചോദ്യചിഹ്നങ്ങൾ മുഴുവനായി തന്നെ ഞാൻ കടന്നു വന്നു തുടങ്ങി. അദ്ദേഹം പറഞ്ഞു, ഞാൻ സഭാ ശുശ്രൂഷയോടെ നിർത്തുകയാണ്. ഇനി എന്റെ മകനൊരു മാനസാന്തരം ഉണ്ടായിട്ടെ. അദ്ദേഹത്തിന് ഉറപ്പ് തന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ഈ 32 വർഷവും ഞാൻ ഒത്തിരി ഓടി, ഞാൻ എന്റെ കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഉപവസിച്ചിട്ടുണ്ട്. അവൻ തിരിച്ചു കർത്താവ് തന്നല്ലാതെ ഞാൻ ശുശ്രൂഷയിൽ തിരിച്ചു കയറുകയില്ല. ഏകദേശം
1 വർഷത്തോളം അദ്ദേഹം ശുശ്രൂഷയിൽ നിന്ന് പുറത്തു വന്നു എന്ന് വിളിച്ചു പറയട്ടെ. ആമേ, അദ്ദേഹത്തിന്റെ വിയർപ്പ് രക്തമാക്കി ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച ഒരു കർത്തൃദാസന വളരെ വേദനയോടെ വിളിച്ചു പറഞ്ഞതാണ്. എന്നാൽ ആ മകനെ കർത്താവ് പിടിച്ചു. ഇന്ന് ഞാൻ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല. അനേക സ്റ്റേജുകളിൽ കർത്താവിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു അനുഗ്രഹീത വർഷിപ്പ് ലീഡറായി ആ മകൻ നിൽക്കുമ്പോൾ, ആ കർത്തൃദാസൻ ഇന്ന് വീണ്ടും സഭാചാർജ് എടുത്ത് നിൽക്കുമ്പോൾ, ഒരു കണ്ണുനീരിന്റെ സാക്ഷ്യം അതിന്റെ പുറകിലുണ്ടെങ്കിലും ശത്രുവായ പിശാച് വലിച്ചു കീറുവാൻ തന്നെ മുന്നിൽ കടന്നു വന്നപ്പോഴും തന്റെ അകത്തുള്ള ഒരു കോൺഫിഡൻസും ഉറപ്പും അതായിരുന്നു, ഞാൻ അവന്റെ അകത്ത് പാകിയ ഒരു ദൈവവചനത്തിന്റെ വിത്ത് അതൊരിക്കലും തകർന്നു പോകില്ല. ഒരു സമയമാകുമ്പോൾ അത് പൊട്ടിക്കിളർക്കും. മാതാവേ, പിതാവേ, എന്നെ കേൾക്കുന്ന മാതാവേ, പിതാവേ, ഈ ദൈവവചനം അകത്തേക്ക് ഇന്ന് കേൾക്കുന്ന നിങ്ങളോട് വിളിച്ചു പറയട്ടെ. കഴിഞ്ഞാളിൽ നാം ഇട്ട ദൈവവചനം, കഴിഞ്ഞാളിൽ നാം പറഞ്ഞു കൊടുത്ത ദൈവവചനം, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നത് അതൊന്നും വൃഥാവല്ല. അതൊരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. ചില തലമുറകൾക്ക് വേണ്ടി കരയുന്ന മാതാവേ, പിതാവേ, ദൈവാത്മാവിൽ പറയാൻ എനിക്ക് നിയോഗമുണ്ട്. ചിലരെ തിരികെ നിന്നെടുക്കൽ മടക്കി തരാൻ, തിരികെ മടക്കി തരാൻ കഴിയുന്ന ഒരു സ്വർഗത്തിലെ ദൈവമുണ്ട്. അവൻ പിടിക്കും, അവൻ കൊള്ള പങ്കിടുമെന്ന് ഫറവോനും സൈന്യവും പറഞ്ഞപ്പോൾ അതിന്റെ നടുവിൽ നിന്ന് തന്റെ ജനത്തെ രക്ഷിച്ച് കൊണ്ടുവന്ന ഒരു സ്വർഗത്തിലെ ദൈവമാണെങ്കിൽ അതിനെ തിരിച്ചു തരാൻ എന്റെ ദൈവം ശക്തിയുള്ള ദൈവമാണ് നമ്മുടെ ദൈവം. പറഞ്ഞ 2-3 വാക്കുകൾ എങ്ങനെയാണ്? ഞാൻ പിന്തുടരും, പിടിക്കും, കൊള്ള പങ്കിടും. പലപ്പോഴും ആ വാക്കുകൾ വളരെ വലിയ വാക്കുകളായി താൻ മുന്നിട്ട് പിന്തുടർന്ന് വന്നപ്പോഴും ദൈവത്തിന്റെ അധികാരവും ദൈവത്തിന്റെ വിശ്വസ്തതയും തന്റെ മക്കളോടുള്ളപ്പോൾ ഇന്ന് വൈകിയ സമയം വിളിച്ചു പറയട്ടെ, ദൈവം നമ്മെ വിളിച്ചു വേർതിരിച്ചത് ദൈവവചനത്തിലൂടെ ഇട്ട ചില ഫൗണ്ടേഷൻ, ചില തലമുറകളെ കർത്താവ് വേർതിരിക്കുവാനിടയായി തീരും. എഴുതിയിരിക്കുന്ന അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടണം. ഞാൻ എൻ്റെ വാച്ചിലേക്ക് നോക്കുമ്പോൾ 5 മണി കഴിഞ്ഞു. ഞാൻ അകത്തെ മനുഷ്യൻ മാത്രമേ കഴിഞ്ഞുള്ളൂ. 3 പോയിന്റോടെ നമുക്കുണ്ട്. അകത്തെ മനുഷ്യനെ കുറിച്ച് 1-2 വാക്കോടെ പറയാതെ എനിക്ക് നിർത്താൻ കഴിയില്ല. അകത്തെ മനുഷ്യനെ പറ്റി നാം പഠിക്കുമ്പോൾ 1 കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായം നിങ്ങൾ എഴുതി വെക്കുന്നവർ വായിച്ചോ, പിന്നെ വായിച്ചാൽ മതി. 14-ാം വാക്യം, 15-ാം വാക്യം, അതുപോലെ 3-ാം അധ്യായം 1 തൊട്ട് 4 വരെയുള്ള വാക്യങ്ങൾ. 1 കൊരിന്ത്യർ 2-ന്റെ 14, 15, 3-ാം അധ്യായം അതിന്റെ 1 തൊട്ട് 4 വരെയുള്ള വാക്യങ്ങൾ ഞാൻ ഒരു കമ്പിവാദികം പോലെ പറഞ്ഞു വിടാം. 3 തരത്തിലുള്ള ആളുകളെ അവിടെ പറയുന്നു: പ്രാകൃതൻ, ജഡീകൻ, ആത്മീകൻ. ആരാണ് പ്രാകൃതൻ? പ്രാകൃതൻ ദൈവാത്മാവിന്റെ ഉപദേശം കേൾക്കുന്നില്ല. അവൻ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ അംഗീകരിക്കാൻ കഴിയുന്നില്ല. പാപബോധമില്ലാത്ത, വീണ്ടും ജനനമില്ലാത്ത വ്യക്തിയാണ് പ്രാകൃതൻ എന്ന് പറയുന്നത്. ആത്മീകൻ ആരാണ്? ആത്മീകൻ ദൈവാത്മാവിൽ വളരെയധികം സന്തോഷത്തോടെ സകലത്തിന്റെയും ദൈവത്തിനെ കീഴടങ്ങി, പഞ്ചേന്ദ്രിയങ്ങളെ കീഴടക്കി ദൈവാത്മാവിന്റെ ഉപദേശം കേൾക്കുന്ന ആളാണ് ആത്മീകൻ. എന്നാൽ രണ്ടാമത് മിഡിൽ ആയിട്ടുള്ള ആൾക്കാരുണ്ട്. അവരുടെ പേരാണ് ജഡീകർ എന്ന് പറയുന്നത്. ഈ ജഡീകർ ഒരിക്കലും സ്നാനപ്പെടാത്തവരല്ല, ആരാധന നയിക്കാത്തവരല്ല. എന്നാൽ കൊരിന്ത്യ സഭയെ നോക്കി പരിശുദ്ധാത്മാവിൽ പൗലോസ് പറയുന്ന ഒരു വാക്കിങ്ങനെയാണ്: സഹോദരങ്ങളെ, നിങ്ങളുടെ ഇടയിൽ ജഡീകരുണ്ട്. അവരെ പറ്റി പറയുന്ന എങ്ങനെയാണ്? അവർ ശിശുക്കളെ പോലെയാണ്. അവർ വളർച്ച പ്രാപിച്ചിട്ടില്ല, ആത്മീക മെച്യൂരിറ്റിയിലേക്ക് വന്നിട്ടില്ല. ഇപ്പോഴും പാലത്ര കഴിക്കുന്നത്. കുഞ്ഞുങ്ങളുടെ പ്രത്യേകത എന്താ? കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യും? വാശി പിടിക്കും. കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യും? കരയും, ശബ്ദമുണ്ടാക്കും. ഇവരും അങ്ങനെയാണ്. സഭയ്ക്കകത്ത് പല സഭകളിലും ജഡീകന്മാർ, ശിശുക്കളായിട്ടുള്ളവരുണ്ട്. വർഷങ്ങൾ പഴക്കമുണ്ടെങ്കിലും സ്പിരിറ്റ് മെച്യൂരിറ്റിയിൽ വളരാത്തവർ എന്ത് ചെയ്യും? പലതിനെ പറ്റിയും വാശി ഉണ്ടാക്കും, കരച്ചിലുണ്ടാക്കും, സങ്കടങ്ങൾ ഉണ്ടാക്കും. അവരെ പറ്റി പറയുന്ന എങ്ങനെയാണ്? നിങ്ങൾ സ്നാനപ്പെട്ടെങ്കിലും ആത്മീക പക്വതയിലേക്ക് വളർന്നിട്ടില്ല. ദൈവമക്കളെ, നിങ്ങൾ എന്ത് ചെയ്യണം? വളരണം. ഇന്ന് ദൈവവചനം കേൾക്കുന്ന മാത്രയിൽ നമ്മൾ തന്നെ സ്കാൻ ചെയ്യാൻ തയ്യാറാകണം. നമ്മുടെ അകത്തെ മനുഷ്യനൊന്ന് സ്കാൻ ചെയ്യുമ്പോൾ അവിടെ പ്രാകൃതന് ആൻസർ വരുമോ? ജഡീകന് ആൻസർ വരുമോ? ആത്മീകനെന്ന് ആൻസർ വരുന്നു. സ്വർഗത്തിലെ നമ്മുടെ അകത്തെ മനുഷ്യൻ അവൻ ആത്മീകനല്ലെങ്കിൽ ഒരു വളർച്ച ഇനിയും ആവശ്യമാണെങ്കിൽ കർത്താവേ, അതിനുള്ള കൃപ എനിക്ക് തരണമേ. എനിക്ക് വളരണം. എൻ്റെ അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടണം. ക്രിസ്തുവിൽ എനിക്ക് വളരാനിടയായി തീരണം. ബാലിശമായ ചില സ്വഭാവങ്ങൾ വിട്ട് ദൈവാത്മാവിൽ വളരാൻ എനിക്കിടയാകണമേ എന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയണം. വിശദമായി പഠിക്കുന്ന സബ്ജക്റ്റ് ആണെങ്കിലും ഞാൻ അവിടെ വിടുകയാണ്. 1, പൗലോസിന്റെ പ്രാർത്ഥന എങ്ങനെയാണ്? എൻ്റെ അകത്തെ മനുഷ്യൻ എന്ത് ചെയ്യണം? ശക്തിയോടെ ബലപ്പെടണം.
തുടർന്ന് ഒരു 10 മിനിറ്റിന് മുന്നിലുണ്ട്, പെട്ടെന്ന് നമുക്ക് പോകാം. അതിന്റെ 17-ാം വാക്യം, ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിന് വരം നൽകണമെന്നും. ഒന്ന് വായിക്കാമോ 17-ാം വാക്യം? ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും വരം നൽകണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതിയും നീളവും ഉയരവും ആഴവും എന്തു എന്ന് സകല വിശുദ്ധന്മാരോട് ഗ്രഹിപ്പാനും മതി. ഒന്നാമത്തെ പ്രാർത്ഥന, അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടണം. 2, ക്രിസ്തു വിശ്വാസത്താൽ ഹൃദയങ്ങളിൽ വസിക്കണം. ക്രൈസ്റ്റ് ഷുഡ് ഡ്വെൽ ഇൻ അവർ ഹാർട്ട്സ്. അവിടെ എഴുതിയിരിക്കണെയാണ്, ക്രിസ്തുവിന്റെ അകത്ത് എന്ത് ചെയ്യണം? വസിക്കണം. 2 തരത്തിലുള്ള സ്റ്റേ ഉണ്ട്. ഒന്ന് ടെമ്പററി ഉണ്ട്, 2 പെർമനന്റ് ഉണ്ട്. ടെമ്പററിയുടെ പ്രത്യേകത അല്പകാലം കഴിയുമ്പോൾ എന്ത് ചെയ്യും? മാറണം. പെർമനന്റ് എന്ന് പറഞ്ഞാൽ സ്ഥിരമായതാണ്. പലപ്പോഴും ദൈവം പലപ്പോഴും ഉള്ളിൽ ക്രിസ്തു വസിക്കുന്നത് സൺഡേ ആണ്, ഫ്രൈഡേ ആണ്, സൂമിലിരിക്കുമ്പോഴാണ് നാം അടക്കം. എന്നാൽ തിരിച്ചറിയുക, ദൈവം നമ്മിൽ വസിക്കേണ്ടത് ടെമ്പററി അല്ല, പെർമനന്റ് ആണ്. ജീവിതത്തെ ഏത് സമയത്തും ആരാധനയ്ക്ക് ഇരിക്കുമ്പോഴും പ്രാർത്ഥനയ്ക്ക് ഇരിക്കുമ്പോഴും ദൈവകൃപയിൽ ഇരിക്കുമ്പോഴും മാത്രമല്ല, നാം ഇരിക്കുന്ന ജോലി സ്ഥലത്ത്, വർക്ക് നമ്മൾ പഠിക്കുന്നിടങ്ങളിൽ, എവിടെയൊക്കെ പോയാലും ഈ ക്രിസ്തുവിന്റെ സ്നേഹം, ക്രിസ്തു നമ്മുടെ അകത്ത് എന്ത് ചെയ്യണം? സ്ഥിരമായി വസിക്കണം. ക്രിസ്തു വസിച്ചാലുള്ള ഗുണം എന്താ? നമ്മുടെ ഹൃദയത്തെ കൺട്രോൾ ആരുടെ കയ്യിലായിരിക്കും? ക്രിസ്തുവിന്റെ കൺട്രോൾ ആയിരിക്കും. നമ്മൾ കർത്താവിനെ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ ഏറ്റവും വാക്കുണ്ട്, യേശുവിനെ കർത്താവ് എന്ന് വായ കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചോ നിർപ്പിച്ചു എന്ന ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. നാം കർത്താവെ നമ്മുടെ യേശുവിനെ കർത്താവായി സ്വീകരിക്കുകയാണെങ്കിൽ നമ്മുടെ കർത്തൃത്വം ആർക്ക് കൊടുത്തിരിക്കുകയാണ്? സ്വർഗത്തിലെ ദൈവത്തിന് കൊടുത്തിരിക്കുകയാണ്. നമ്മുടെ ഹൃദയത്തിന്റെ വിചാരങ്ങൾ, ചിന്തകൾ മുഴുവൻ, ഇതിന്റെ ഫുൾ കൺട്രോൾ ആർക്കാ? സ്വർഗത്തിലെ ദൈവമാ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ ക്രിസ്തു വസിക്കുമ്പോൾ ക്രിസ്തുവിന്റെ സ്വഭാവം നമ്മളുടെ പുറത്തു വരുവാനിടയായി തീരണം. ക്രിസ്തു ഉള്ളവരായി മാറാൻ നമുക്ക് കഴിയണം. എങ്ങനെയാണ് ക്രിസ്തു ഉള്ളവരായി മാറുന്നത്? അത് നമ്മുടെ സ്വഭാവത്തിൽ റിഫ്ലക്ട് ചെയ്യാൻ കഴിയണം. ക്രിസ്തുവിന്റെ പത്രങ്ങളാണെന്ന് കൊലോസ്യ ലേഖനം പറയുന്നു. നമ്മെ വായിക്കുന്നവർ ക്രിസ്തുവിനെ അറിയാനിടയായി തീരണം. എന്തൊക്കെയാണ് ക്രിസ്തുവിന്റെ സ്വഭാവം? അനേക ഫലങ്ങളെ കുറിച്ച് നമുക്കറിയാം. സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, ഇന്ദ്രിയ ജയം. അതിലൊന്ന് ഞാൻ പറയാം, ഒന്ന് ക്ഷമയാണ്, ദീർഘക്ഷമയാണ്. പലപ്പോഴും നമ്മുടെ ഹൃദയത്തിനകത്ത് വാഴേണ്ട ഒന്നാണ് ക്ഷമ. ക്ഷമയെ പറ്റി ഞാൻ ഒത്തിരി ആഴത്തിൽ ചിന്തിക്കാനിടയായി തീർന്നിട്ടുണ്ട്. പലപ്പോഴും നമ്മൾ എന്ത് ചെയ്യും? മറക്കും. പക്ഷേ വി ആർ റെഡി ടു ഫോർഗീവ് ബട്ട് നോട്ട് റെഡി ടു ഫോർഗെറ്റ്. നമ്മൾ ക്ഷമിക്കാൻ തയ്യാറാ, പക്ഷെ മറക്കാൻ തയ്യാറല്ല. എന്റെ പാസ്റ്ററെ, കഴിഞ്ഞ വർഷം 13-ാം തീയതി 8-ാം മാസം 9 മണിക്ക് നീ എന്നോട് ചെയ്തതാന്നൊക്കെ എന്ത് ചെയ്യും? നമ്മളറിയാതെ പറഞ്ഞു പോകും. നമ്മൾ ക്ഷമിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഒന്ന് പറയും. പലപ്പോഴും ദൈവജനം കേൾക്കുന്ന മാത്രയിൽ നമ്മുടെ അകത്ത് വേണ്ടാത്ത ഗ്രഡ്ജ് ഒന്നും നമ്മുടെ അകത്ത് വേണ്ട. നമുക്ക് ഈ മീറ്റിംഗ് കഴിയുമ്പോൾ, നാം ഈ മീറ്റിംഗ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ആയുസിന്റെ ഗ്യാരണ്ടി നമുക്കില്ല. എന്നാൽ എന്തിനാ വെറുതെ വേണ്ടാത്ത ഗ്രഡ്ജും കയ്പും വേരൊക്കെ നമ്മുടെ ഹൃദയത്തിൽ? എന്തിനാ ഹൃദയം കർത്താവിന് വേണ്ടി കൊടുത്തുകൊണ്ട് പറയണം, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ഒരു സാധനവും ഇതിനകത്ത് വേണ്ട, ഇത് നിർമ്മലമായിരിക്കട്ടെ. ഓരോ ദിവസവും നാം ജീവിക്കുന്നത് കർത്താവിന്റെ കൃപയാലാണെങ്കിൽ ഇന്ന് പകൽ ദൈവാത്മാവിൽ വിളിച്ചു പറയുക, ക്ഷമിക്കാൻ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഈ മീറ്റിംഗ് കഴിയുമ്പോൾ ദൈവാത്മാവിൽ ക്ഷമ പറഞ്ഞോളണം. മീറ്റിംഗ് കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ വിളിച്ചു പറയണം, എന്തിനാ ഹൃദയത്തിനകത്ത് ഗ്രഡ്ജും കയ്പും വേണ്ടാത്ത വേര് മുളച്ച് എന്തിനാ വെറുതെ കലക്കമുണ്ടാക്കുന്നത്? ഈ ഒരു ആയുസ് കർത്താവ് നമുക്ക് തന്നെങ്കിൽ അത് സ്വർഗത്തിലെ ദൈവത്തിന് വേണ്ടിയുള്ളതാണ്. ക്ഷമിക്കാൻ കഴിയാത്ത ഏതെങ്കിലും ഉണ്ടെങ്കിൽ ആ ക്രൂശിലേക്ക് ഒന്ന് നോക്കണം. എന്റെ യേശു പാപത്തെ ക്ഷമിച്ചെങ്കിൽ അത് സ്ഥിരമായി ക്ഷമിച്ചതാണ്. എല്ലാ ദിവസവും നമ്മെ പിന്നെയും പിന്നെയും ഓർപ്പിക്കാറില്ല. തിരിച്ചറിയുക, ചില ക്ഷമിക്കപ്പെടാത്തത് രോഗങ്ങളായി പുറത്തു വരാൻ സാധ്യതയുണ്ട്. ഒറ്റ എക്സാമ്പിളോടെ പറയാം. തൃശ്ശൂർ ഞങ്ങൾ ഒരിക്കൽ ഉപവാസ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുന്ന സമയത്ത് ഒരു 21 days നടക്കുക. ഒരു സഹോദരി ഓടി വന്ന് പ്രാർത്ഥിക്കാൻ വന്നു. പാസ്റ്ററെ പ്രാർത്ഥിക്കണം, ഒരു നടുവേദനയാൽ ഭാരപ്പെടുകയാണ്. 10-20 വർഷത്തോളം നടുവേദനയുള്ള ഒരു സഹോദരിയാ. പാസ്റ്റർ പ്രാർത്ഥിച്ച ദൈവാത്മാവിൽ പറഞ്ഞു, സഹോദരി നീ പോയി ക്ഷമ ചോദിച്ചു വരണം, ഒരു വലിയ പക നിന്റെ അകത്തുണ്ട്. സഹോദരിക്ക് ആകെ സങ്കടമായി. നടുവേദനയായിട്ട് വന്ന വ്യക്തിയോട് ഇപ്പൊ പോയി ക്ഷമ പറയാൻ പറഞ്ഞു. ഇതെന്തോ ഒരു വിരോധാഭാസമാണ്. ദേഷ്യപ്പെട്ട സഹോദരി മീറ്റിങ്ങിനിടയിൽ ഇറങ്ങിപ്പോയി. വേദന കൊണ്ട് പൊളഞ്ഞപ്പോ പോയി ക്ഷമ പറഞ്ഞു.
കാരണം അത്രയും വലിയ വേദനയായിരുന്നു ആ സഹോദരി കടന്നുപോയത്. ക്ഷമ പറഞ്ഞ സഹോദരി കടന്നു വന്ന് പാസ്റ്റർ തലയിൽ കൈയൊന്നും വെക്കേണ്ടി വന്നില്ല. ആയിരുന്ന ഇടത്ത് ദൈവാത്മാവ് കൊണ്ട് നിറയണയായി തീർന്നു. ഇന്ന് പകൽ വൈകിയ സമയം വിളിച്ചു പറയേണ്ട ദൈവമക്കളെ, ചില രോഗങ്ങൾ നമ്മെ ഭാരപ്പെടുത്തുന്നത് ദൈവത്തിന് ഹിതമില്ലാത്ത ചില ഗ്രഡ്ജുകളും കയ്പുകളും അകത്ത് വന്നാൽ നമ്മെ അസ്വസ്ഥതപ്പെടുത്താൻ സാധ്യതയുണ്ട്. ഇന്ന് ദൈവസേനയിലായിരിക്കുന്ന ദൈവവൈതലെ ആ സ്വർഗത്തിന്റെ പീഠത്തിന് മുമ്പിൽ, ആ ഓപ്പറേഷൻ തിയേറ്ററിന് മുമ്പിൽ നമ്മുടെ ഹൃദയത്തെ കർത്താവ് നോക്കുകയാണെങ്കിൽ ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ഒന്നും വേണ്ടെന്ന് ക്ഷമിക്കപ്പെടാൻ കഴിയാത്ത എന്തെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവെ, ഞാൻ ദൈവസന്നിധിയിൽ എന്നെ തന്നെ സമർപ്പിക്കുന്നു. ആ ക്രൂശിലേക്ക് നോക്കിയാൽ തീരാവുന്നതേ ഉള്ളൂ. നമ്മുടെ പകയും വിദ്വേഷവും ദേഷ്യവും ഒക്കെ യേശുനാഥൻ നമുക്ക് വേണ്ടി ചെയ്തു തോർത്താൽ നമുക്ക് ഒന്നും ഇവിടെ വെക്കാൻ കഴിയുകയില്ല. യേശുവിന്റെ ഹൃദയത്തിന്റെ ഫുൾ കൺട്രോൾ ഏറ്റെടുത്തുകൊണ്ട് കർത്താവേ, എന്റെ ഹൃദയത്തിൽ സ്ഥിരമായി വസിക്കണമേ എന്ന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയണം. ഒന്ന്, ക്രിസ്തു സ്ഥിരമായി നമ്മുടെ ഹൃദയത്തിൽ എന്ത് ചെയ്യണം? വസിക്കാനിടയായി തീരണം. മൂന്നാമതായി രണ്ടാമത്തെ വാക്യം എങ്ങനെയാണ്? ക്രിസ്തു ഹൃദയത്തിൽ വസിക്കണം. 17-ാം വാക്യം ഒന്നുകൂടെ വായിക്കാമോ? 17-ാം വാക്യം, ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കേണ്ടതിനും വരം നൽകണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെട്ടവരായി വീതിയും ഉയരവും ആഴവും എന്തുവെന്ന് സകല വിശുദ്ധന്മാരോടുകൂടെ ഗ്രഹിപ്പാനും പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ സ്നേഹത്തെ അറിവാനും പ്രാപ്തരാകുകയും ദൈവത്തിന്റെ എല്ലാ നിറവിനോളും. മതി. മൂന്നാമതായി തന്റെ പ്രാർത്ഥന എങ്ങനെയാണ്? പരിജ്ഞാനത്തെ കവിയുന്ന യേശുവിന്റെ സ്നേഹം. ഒന്ന് പറയാമോ? പരിജ്ഞാനത്തെ കവിയുന്ന യേശുവിന്റെ സ്നേഹം. എന്താണ് ഈ പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിന്റെ സ്നേഹം എന്ന് പറയുന്നത്? പലപ്പോഴും നമ്മൾ പരിജ്ഞാനികളാണ്. പലതും നമ്മൾ ദൈവസ്നേഹം അളക്കുന്ന എങ്ങനെയാണ്? ഈ പരിജ്ഞാനം വെച്ച. എന്തിനാ പാസ്റ്റർ അവർക്ക് കൈയടിക്കുന്നത്? എന്തിനായി തുള്ളിച്ചാടുന്നത്? എന്തിനായി ഓൺലൈൻ മീറ്റിംഗ് ഇടയ്ക്കിടയ്ക്ക് നടത്തുന്നത്? എന്തിനാണ് ഇതെല്ലാം ജോലിയും കൂലിയൊക്കെ വിട്ട് കർത്താവിന്റെ വേലയ്ക്ക് ഇറങ്ങിയത്? ഇതെല്ലാം നമ്മുടെ പരിജ്ഞാനം നമ്മോട് ചോദിക്കും. എന്നാൽ ഇതിനപ്പുറത്ത് ഒരു ദൈവസ്നേഹം അകത്ത് നിറയുമുണ്ടല്ലോ. ദാവീദ് ഒരിക്കൽ ചാടിത്തുള്ളി ദൈവത്തെ ആരാധിക്കുമ്പോ തന്റെ ഭാര്യ അടുത്തു എന്ന് പറഞ്ഞു, ഹേ രാജാവേ, നിങ്ങൾ എന്ത് മനുഷ്യനാണ്? നിങ്ങൾ രാജാവല്ലേ? നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെ ചാടിത്തുള്ളി ദൈവത്തെ ആരാധിക്കാൻ പറ്റണേ? നിങ്ങളെ സ്ഥാനം നിങ്ങൾ മറക്കരുത്. തന്മ തിരിച്ചു പറഞ്ഞ മറുപടി ബൈബിളിൽ തന്നെയുണ്ട്, വായിക്കുന്നില്ല. നീയുമല്ല, നിന്റെ അപ്പനുമല്ല എന്നെ രാജസ്ഥാനത്താക്കിയത് എന്റെ സ്വർഗത്തിൽ തമ്പുരാനാണ്. എന്നീ മീറ്റിംഗ് ദൈവത്തെ ആരാധിക്കുന്ന ദൈവവൈതലെ, ഇന്ന് നാം ജീവനോടിരുന്ന് എന്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നത് നമ്മെ വിളിച്ച ഒരു ദൈവത്തിന്റെ വിശ്വസ്തതയ്ക്ക് ഒത്തവണ്ണമാണെങ്കിൽ പലപ്പോഴും പരിജ്ഞാനം കൊണ്ടുവന്ന് ദൈവത്തിന്റെ സ്നേഹത്തെ മൂടിക്കളയരുത്. പരിജ്ഞാനം കൊണ്ട് ദൈവത്തിന്റെ കൃപയെ മൂടിക്കളയരുത്. കർത്താവിന് വേണ്ടി നിൽക്കേണ്ട നീ, ദൈവാത്മാവിൽ ഉപദേശിക്കേണ്ട നീ, പരിശുദ്ധാത്മാവിന് കീഴടങ്ങേണ്ട നീ, പലപ്പോഴും പരിജ്ഞാനം കടന്നു വന്ന് സ്റ്റാറ്റസ് വന്നപ്പോൾ, പണം വന്നപ്പോൾ, പലപ്പോഴും സാഹചര്യം മാറിയപ്പോൾ പഴയത് ചിലത് മറന്നുപോയി. ദൈവത്തിന് വേണ്ടി നിൽക്കേണ്ട സാഹചര്യങ്ങൾ മറന്നുപോയി. സ്വയത്തിനും സ്വന്തത്തിനും അടിമപ്പെട്ട് ദൈവകൃപയ്ക്ക് വേണ്ടി നിൽക്കേണ്ട നീ മാറിപ്പോയെങ്കിൽ ദൈവാത്മാവ് വിളിച്ചു പറയട്ടെ, ഇതും കൂടെ പറഞ്ഞു നിർത്താം. ദൈവം വിളിച്ച വിളിക്ക് വേണ്ടി നീ സ്ഥിരതയോടെ നിൽക്കണം. മറന്നു പോകരുത്. നിന്നെ കുഴിച്ചെടുത്തത്, നിന്നെ വലിച്ചെടുത്ത ആ ചെളിക്കൊണ്ടും തനിഗർഭത്തിൽ നീ മറന്നുപോയി. ദൈവകൃപ വിട്ട് മറന്നു പോകരുത്. പാപത്തിന്റെ കരാളഹസ്തങ്ങളിൽ, പാരമ്പര്യത്തിന്റെ കൂടിൽ നിന്ന് നിന്നെ വിളിച്ചു വേർതിരിച്ചപ്പോൾ ദൈവത്തോടുള്ള സ്നേഹത്തെ നീ മറന്നു പോകരുത്. പരിജ്ഞാനത്തെ കവിയുന്ന ഒരു യേശുവിന്റെ സ്നേഹം. നീളം വീതി ആഴം ഉയരം പറയാൻ എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ സമയമില്ല. എന്റെ വാക്കുകളെ ഞാനിവിടെ ചുരുക്കുകയാണ്. നാം ഇപ്രകാരമാണ്, ഇങ്ങനെയാണ് കാണുന്നത് പരിജ്ഞാനത്തെ കവിയുന്ന യേശുവിന്റെ സ്നേഹം. ഫസ്റ്റ് സമയമായല്ലോ നമുക്ക്. ഓക്കെ, താങ്ക് യു. പരിജ്ഞാനത്തെ കവിയുന്ന ആ യേശുവിന്റെ സ്നേഹം നമ്മുടെ ജീവിതത്തിലെ ഒരു വർഷം കൊണ്ടൊന്ന് ശോധന ചെയ്യാനിടയായി തീരണം. കർത്താവെ, അങ്ങ് വിളിച്ച വിളിക്കൊത്തവണ്ണം മുന്നോട്ട് പോകാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അടുത്തൊരു വാക്ക് ഇങ്ങനെയാണ്, ക്രിസ്തുവിന്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരണം. എന്നാൽ നാം ചോദിക്കുന്നതിലും നിനക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യുവാൻ നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവനെ. കർത്താവ് നമ്മുടെ അകത്ത് ദൈവകൃപ തന്നിട്ടുണ്ട്. എന്നാൽ അകത്തെ മനുഷ്യൻ ബലപ്പെടണം. ക്രിസ്തു വിശ്വാസത്തിൽ വസിക്കണം. പരിജ്ഞാനത്തെ കഴിയുന്ന ദൈവസ്നേഹം കൊണ്ട് നിറയണം. എല്ലാ കണ്ണുകളും ഒരു നിമിഷം ദൈവസ്നേഹം നമുക്ക് അടയ്ക്കാം. നമ്മുടെ തന്നെ ദൈവങ്ങളിലേക്ക് ഒരു നിമിഷം സമർപ്പിച്ച് പ്രാർത്ഥിച്ചാട്ടെ. ഈ പുലർക്കാലം ദൈവാത്മാവിന്റെ വചനം കേൾക്കുവാൻ കർത്താവ് നമുക്ക് കൃപ തന്നു. 1-2 ടേക്ക് അവൈസ്, 1-2 കാര്യങ്ങൾ നമ്മോട് പറഞ്ഞ് നല്ല വാക്കുകളെ ഉപസംഹരിക്കാം. ഇവിടെ പ്രകാരം എഴുതിയിരിക്കുന്ന, കർത്താവെ,
അങ്ങയുടെ വിളിയാലുള്ള ആശ എന്റെ ജീവിതത്തിലൂടെ നിറവേറണം. ഒന്ന് പ്രാർത്ഥിക്കാമോ? കർത്താവേ, അങ്ങനെ വിളിച്ചത് വിളിയുടെ ഉദ്ദേശം അത് നിറവേറണം, അതിന്റെ പൂർണ്ണ അർത്ഥത്തിൽ നിറവേറണം. എന്നെ വിളിച്ച ദൈവമഹത്വത്തിന് വേണ്ടി എന്നെ വേർതിരിക്കണം. എവിടെയെങ്കിലുമൊക്കെ ഷോർട്ട് കട്ടുകൾ തേടി, എവിടെയെങ്കിലുമൊക്കെ മടുപ്പുകൾ കടന്നു വന്ന്, ചില നിരാശകൾ കടന്നു വന്ന്, കർത്താവ് ഏൽപ്പിച്ച, കർത്താവ് ആക്കിയ സ്ഥലത്ത് മുന്നോട്ട് പോകാൻ കഴിയാതെ ദൈവ പദ്ധതിയിൽ നിന്നും മാറിപ്പോയെങ്കിൽ ഇന്ന് വൈകിയ സമയം ദൈവത്തോട് പറയണം, കർത്താവേ, എന്നെ വിളിച്ച ഉദ്ദേശം പൂർണ്ണമാകാൻ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. രണ്ട്, അകത്തെ മനുഷ്യൻ എവിടെയെങ്കിലുമൊക്കെ തളർന്നു പോയിട്ടുണ്ടെങ്കിൽ, ആ പഴയ ജീവൻ ഇന്നില്ലെങ്കിൽ, ദൈവാത്മാവിൽ ഒരു ആവേശം എന്നില്ലെങ്കിൽ, ഒരു സന്തോഷമില്ലെങ്കിൽ ദൈവത്തോട് പറയണം, കർത്താവേ, ആ രക്ഷയുടെ സന്തോഷം ഒന്ന് പുതുക്കി തരണം, സുവിശേഷത്തിന്റെ സന്തോഷം എനിക്ക് തിരികെ തരണം, എന്റെ അകത്തെ മനുഷ്യന് ഉണർവ് എനിക്ക് തരണം, എന്നെ ഒന്ന് ബലപ്പെടുത്തണമേ, ആ ദൈവസ്നേഹം കൊണ്ട് നിറയ്ക്കണമേ. എവിടെയെങ്കിലൊക്കെ പരിജ്ഞാനം കൊണ്ട് ദൈവകൃപയെ മൂടി വെച്ചെങ്കിൽ, കർത്താവ് വിളിക്ക് നിൽക്കാൻ കഴിയാതെ പരിജ്ഞാനം കൊണ്ട്, സ്റ്റാറ്റസ് കൊണ്ട് പലതും നീ വേണ്ടെന്ന് വെച്ചെങ്കിൽ, ഇന്ന് വൈകിയ സമയം ദൈവാത്മാവിൽ ഒരു ദൂതായി വിളിച്ചു പറയാം, നീ ഈ സമയത്ത് മിണ്ടാതിരുന്നാൽ ഇസ്രായേലിന് രക്ഷയുണ്ടാകും. എസ്തേർ നിന്നെ രാജസ്ഥാനത്താക്കിയത് മിണ്ടാതിരിക്കാനല്ല, തന്റെ ജനത്തിന് കഷ്ടതയുള്ളപ്പോൾ അവർക്ക് വേണ്ടി കരയാന്, എന്റെ ജനം തകർന്നു പോകുന്നത് കാണുമ്പോൾ അവർക്ക് വേണ്ടി എഴുന്നേൽക്കാന്, നീ എഴുന്നേൽക്കുമ്പോൾ നിന്നോട് കൂടെ എഴുന്നേൽക്കുന്ന ഒരു സ്വർഗത്തിലെ തമ്പുരാനുണ്ട്. നീ മുന്നോട്ട് ചെല്ലുമ്പോൾ നിനക്ക് വേണ്ടി എഴുന്നേൽക്കുന്ന ദൈവമുണ്ട്. ഇന്ന് വൈകിയ സമയം ചിലർക്ക് വേണ്ടി ചില നിയോഗങ്ങളെ പരിശുദ്ധാത്മാവ് നൽകുകയാണ്. പിന്നെയും ഒന്ന് ഉണർന്നെഴുന്നേൽക്കുവാൻ, ചില ജനതയ്ക്ക് വേണ്ടി, ചില കുടുംബങ്ങൾക്ക് വേണ്ടി, ചില ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ കർത്താവ് ചില നിയോഗങ്ങൾ തരികയാണ്. ഇന്ന് പകൽ ഞാൻ ശുശ്രൂഷിച്ചത് കേവലം ചില ഭൗതിക നന്മയ്ക്ക് വേണ്ടിയുള്ള ചില ശാസനകളോ പ്രാർത്ഥനകളോ അല്ല, മറിച്ച് അകത്തെ മനുഷ്യന് വേണ്ടി നിത്യതയിൽ കർത്താവിന് മുമ്പിൽ കാണുമ്പോൾ ലജ്ജിക്കാതിരിക്കാൻ അകത്തെ മനുഷ്യൻ ബലപ്പെടേണ്ടതിന് വേണ്ടിയുള്ള ദൂതുകളാണ്. നമ്മെ തന്നെ ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, നിങ്ങളുടെ ജനത്തിനായി പ്രാർത്ഥിക്കുന്നു, കർത്തൃദാസനായി പ്രാർത്ഥിക്കുന്നു. അങ്ങനെ നല്ല സമയത്തിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ ജനം ദൈവാത്മാവിൽ ആനന്ദിക്കുവാൻ, ദൈവാത്മാവിൽ വളരുവാൻ കർത്താവ് സഹായിക്കണം. കേൾക്കപ്പെട്ട വചനങ്ങൾക്ക് അനേകരെ ദൈവാത്മാവിൽ ബലപ്പെടുത്തുവാൻ കർത്താവ് സഹായിക്കണമേ. പ്രത്യേക മീറ്റിംഗ് കോർഡിനേറ്റ് ചെയ്യുന്ന കർത്തൃദാസനായി സ്തോത്രം, ബലപ്പെടുത്തണമേ. അനേകായിരങ്ങൾക്ക് തന്റെ ശുശ്രൂഷ ഈ മാധ്യമം അനുഗ്രഹമായി മാറുന്നല്ലോ. പിന്നെയും അനേകർക്ക് അനുഗ്രഹമായി കർത്താവ് പിന്നെയും നിലനിർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിൽ സംബന്ധിക്കുന്ന എല്ലാവർക്കായി സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ വിശേഷ കൃപ എല്ലാവരുടെ മേലും പകർന്ന് അനുഗ്രഹിക്കണം. പിതാവിന്റെ പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ദൈവിക അനുഗ്രഹങ്ങൾ, സന്തോഷങ്ങൾ എല്ലാവരുടെ മേലും നിറയ്ക്കണമേ. പുതിയ സന്തോഷത്തോടെ അവരായിരിക്കുന്നവരിൽ എഴുന്നേൽക്കുവാൻ, ചില നിരാശകൾ മാറി, ചില മടുപ്പുകൾ മാറി, ദൈവാത്മാവിന്റെ പുതുജീവൻ അവരിൽ വെളിപ്പെടേണ്ടതായി പ്രാർത്ഥിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ നൽകുന്നവേ, ആമേൻ. അവസരം ഒരുക്കി തന്ന കർത്തൃദാസനോട് കൂടിയിരിക്കുന്ന എല്ലാവരും ദൈവനാമത്തിൽ നന്ദി അറിയിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.